Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Rintu Sebastian and welcome to the Hindu Editorial Analysis of 10th February 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് അതുപോലെ തന്നെ അവിടെയുള്ള ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സെഷൻ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 9 AM to 10 AM ആണ്. അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങളുടെ ഇംപ്രൂവ് ചെയ്യാം, വൊക്കാബ് സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. UPSC എക്സാംസ്, ബാങ്ക് എക്സാംസ്, SSC എക്സാംസ്, ESIC എക്സാംസ്, കേരള PSC ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ്, +2 ലെവൽ എക്സാംസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെഷനാണിത്. അപ്പോൾ വെൽക്കം ടു അവർ സെഷൻ. നമ്മുടെ സെഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആർട്ടിക്കിൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് ഒന്ന് മെൻഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വൊക്കാബിലോട്ട് പോവാണ്. ഫ്രേസസ്, ഇഡിയംസ്, വൺ വേർഡ്സ്, അതിനുശേഷം സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് അങ്ങനെയുള്ളതൊക്കെ നോക്കും. അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ, നമ്മളിന്ന് സെലക്ട് ചെയ്ത ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. ഗ്രാമർ സ്ട്രക്ചേഴ്സ് ആൻഡ് ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകുന്നു ആൻഡ് ഹോംവർക്ക് നിങ്ങൾക്ക് തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. എല്ലാ സാറ്റർഡേയ്സിലും ഈ വൊക്കാബ് എഡിറ്റോറിയൽ വൊക്കാബിൻ്റെ വീക്ക്ലി ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് 9 to 10. സോ വെൽക്കം ടു അവർ സെഷൻ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഴ്സുകൾക്ക് എല്ലാ കോഴ്സുകൾക്കും 15% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ, Ada 24/7 വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട, Y314 Y314 എന്നുള്ള കോഡ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആപ്പിൽ കയറുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റോറിൽ കയറിയാൽ മതി. ബട്ട് വെബ്സൈറ്റിൽ കയറുമ്പോൾ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, അവിടെ കേരള എക്സാംസ് എടുക്കണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ലൈവ് മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ച് ഇന്നലെ ലോഞ്ച് ചെയ്തു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഫെബ്രുവരി 14 ആരംഭിക്കുകയാണ്. 10 ദിവസത്തെ കോഴ്സാണ്, സൺഡേ ഓഫാണ്. 14 ആരംഭിച്ച് 23 അവസാനിക്കുന്ന ഈ 10 ദിവസത്തെ കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ ടെസ്റ്റ് സീരീസ് ഉണ്ടല്ലോ, ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് തരുന്നു അതിന്റെ കോഴ്സായിട്ട്. സോ ടെസ്റ്റ് സീരീസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഡെയിലി 3 അവർ ആയിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ഒരു ഇംഗ്ലീഷിന്റെ സെഷൻ, ഒരു GK സെഷൻ, ഒരു മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ സെഷൻ. അങ്ങനെ 3 മണിക്കൂർ ക്ലാസ് ഡെയിലി. മൊത്തത്തിൽ 30 മണിക്കൂറിന്റെ കോഴ്സാണ്. 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. എക്സാം കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ കിടക്കും. ഫൈനൽ ലാസ്റ്റ് ലെവൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമുക്കറിയാലോ എക്സാം അടുത്തു, 27 ആണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് മോക്ക് ടെസ്റ്റ് ലൈവ് ഡിസ്കഷൻ ബാച്ച്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ SSCയുടെ ബാച്ച് വരുന്നുണ്ട് 23 3 ക്ലാസ്സുകൾ ഡെയിലി പോകുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, സൺഡേസ് ഒഴിച്ച്. മാത്രമല്ല നമ്മൾ 2 മാസത്തെ ക്ലാസ്സാണ്, 180+ hours ഉണ്ട്. ആൻഡ് നമ്മുടെ ഏപ്രിൽ 16 നമ്മൾ അവസാനിപ്പിക്കും കോഴ്സ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജോയിൻ ചെയ്യുക. ടോപ്പോസ് ബാച്ച് കേട്ടോ. ആൻഡ് നമ്മുടെ ESICയുടെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. UDC MTS സ്റ്റെനോഗ്രാഫർ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ വീണ്ടും പറയാണ്, ഫെബ്രുവരി 15 വരെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണം. നല്ല പോസ്റ്റാണ്. നമ്മൾ UDC MTSന് വേണ്ടി ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഡെയിലി 4 ക്ലാസ്സുകൾ, ഓരോ മണിക്കൂറിൻ്റെ 4 ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ആൻഡ് ഡിഗ്രി ലെവലിൻ്റെ ബാച്ച്, പ്രിലിംസിൻ്റെ ബാച്ച് വീണ്ടും നമ്മുടെ ആദ്യ പ്രിലിംസ് എഴുതിയവരെ ക്ഷീണം എല്ലാം കഴിഞ്ഞാണ്. ഇനി നമ്മൾ ഓഗസ്റ്റിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിഗ്രി ലെവലിൻ്റെ എക്സാമിന് വേണ്ടി വളരെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബാച്ച് വരുന്നുണ്ട്. 6 മാസത്തെ ഒരു ലോങ് ബാച്ചാണ്. ആഴ്ചയിൽ 4 ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 2 ക്ലാസ്സുകൾ ഈവനിങ് സെഷനാണ്. 6 PM to 7:30 PM, 8:30 to 10 PM. 1.5 മണിക്കൂറിൻ്റെ 2 ക്ലാസ്സുകൾ. ഫെബ്രുവരി 16 ആരംഭിക്കുന്നു. ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഓൾവേസ് റിമെമ്പർ വൈ യു ആർ ഡൂയിങ് ഇറ്റ്. എപ്പോഴും നമ്മുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, അല്ലേ? എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം, അല്ലേ? നമ്മൾ വന്ന വഴി മറക്കരുതെന്നൊക്കെ പഴമക്കാർ പറയുന്നിട്ടില്ലേ? അപ്പോൾ അതുപോലെ എപ്പോഴും നമ്മൾ വന്ന വഴി മറക്കണമെന്ന് വെച്ചാൽ മറക്കരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ഓർത്തുകൊണ്ട് പരിതപിച്ചുകൊണ്ടിരിക്കാന്നല്ല. ഡോണ്ട് റിഗ്രറ്റ് അബൌട്ട് യുവർ പാസ്റ്റ് ബട്ട് ലേൺ ഫ്രം യുവർ പാസ്റ്റ് എന്നാണ്, അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം വെച്ചാൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഡിസ്കറേജ്ഡ് ആവും, അല്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ടെൻഷൻ ആവും, ഇടയ്ക്ക് നമ്മൾ ഭയങ്കര നെഗറ്റീവ് അടിക്കുന്ന സമയം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കണ്ണാടി പോയി നിന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയുക, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് എന്താ, ഞാൻ ചെയ്യുന്നത് ആരാ ഞാൻ എന്നൊരർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ചിന്ത, വൈ യു ആർ ഡൂയിങ് ഇറ്റ്, എന്തുകൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് ദാറ്റ് ഇസ് മൈ കോട്ട് ഫോർ യു ടുഡേ, ദാറ്റ്സ് മൈ മെസ്സേജ് ഫോർ യു ടുഡേ. ഇന്ന് അതായിരിക്കണം നിങ്ങളുടെ ചിന്ത. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ചിൻ്റെ ഫീ 580 വിത്ത് ഡിസ്കൗണ്ട് കേട്ടോ.
ഡിസ്കൗണ്ടോടുകൂടി 580 രൂപയാണ്. നമ്മുടെ കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട, Y314 Y314 കോഡ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് 30 അവേഴ്സിൻ്റെ 10 ദിവസത്തെ കോഴ്സ് നിങ്ങൾക്ക് 580 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, മറക്കണ്ട കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ആർട്ടിക്കിൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. രണ്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഒന്ന് നിങ്ങൾക്കറിയാം, റഷ്യ ഉക്രൈൻ ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഉക്രൈൻ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിപ്ലോമസി, ഫ്രഞ്ച് മോഡലുള്ള നോർമൻറ്റി മോഡലുള്ള ഡിപ്ലോമസി ആക്ട് നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നൊരു അപ്രോച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ പാക്ക്, അതുപോലെ തന്നെ മറ്റു ചെറിയ MNCs തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു ഡിപ്ലോമസി പ്രശ്നത്തെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് റീഡ്. അതിൽ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ ലൈഫിൽ ഇടപെടുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, എക്സാമ്പിൾ വെച്ച് എസ്സേക്കിലൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ് ഇന്ന് കേട്ടോ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ഇന്ന് കുറച്ച് പുതിയ ഇഡിയംസും ഫ്രേസസും ഒക്കെ ഉണ്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, പിറിക് വിക്ടറി. എക്സാമിൽ ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് പിറിക് വിക്ടറി. പിറിക് വിക്ടറി എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം, ഒരു ഇഡിയമാണ് കേട്ടോ. പിറിക് വിക്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടം വരിച്ച് നമ്മൾ നേടിയെടുത്ത ഒരു വിക്ടറിയാണ് ഈ വിക്ടറി. പക്ഷെ അതിന് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അതിൻ്റെ ഒരു വിലയില്ല. പക്ഷെ ആ നമുക്ക് നഷ്ടപ്പെട്ട കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ വിക്ടറിക്ക് അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ്സ് എ വിക്ടറി അറ്റ് എ ഗ്രേറ്റ് കോസ്റ്റ്. ദാറ്റ് കംസ് അറ്റ് എ ഗ്രേറ്റ് കോസ്റ്റ്. ഗ്രേറ്റ് കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് അല്ല കേട്ടോ, ഗ്രേറ്റ് കോസ്റ്റ് ആണ്. സോറി ഞാൻ ടൈപ്പ് ആണ്, സോറി. ഗ്രേറ്റ് കോസ്റ്റ് കേട്ടോ. ഒരുപാട് നഷ്ടം നമുക്ക് വരുന്ന ഒരു ഇതാണ് കേട്ടോ. അറ്റ് എ ഗ്രേറ്റ് കോസ്റ്റ്, ഒരുപാട് നഷ്ടത്തോടെ നമുക്ക് വന്ന ഒരു വിക്ടറിയാണ്. പക്ഷേ ദാറ്റ്സ് നോട്ട് എ വർത്ത് വിന്നിങ്. പക്ഷെ അത് വിൻ ചെയ്യാനുള്ള, അത് നമ്മൾ അനുഭവിക്കാനുള്ളൊരു ഗുണം നമുക്കില്ല. അനുഭവിക്കാനുള്ള ആ വിക്ടറി, ആ സന്തോഷം നമുക്ക് ഇതാൻ പറ്റില്ലാത്തൊരവസ്ഥ. ദാറ്റ് ഇസ് പിറിക് വിക്ടറി. മറക്കണ്ട കേട്ടോ. കഷ്ടപ്പെട്ട് നേടിയതാണ്, ഒരുപാട് നഷ്ടങ്ങൾ വരിച്ച് നമ്മൾ നേടിയൊരു വിക്ടറിയാണ്. പക്ഷേ അതിന് മാത്രം ഇല്ല അത്. ദാറ്റ്സ് ഇറ്റ്, പിറിക് വിക്ടറി. മറക്കല്ലേ. നെക്സ്റ്റ് വൺ ഇസ് പുട്ട് ഔട്ട്. നിങ്ങൾക്കറിയാം പുട്ട് ഔട്ട് ദ ഫയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാൻ പുട്ട് ഓഫ് അറിയാലോ, പോസ്റ്റ്പോൺ ചെയ്യാം. പുട്ടിൻ ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാം അല്ലേ. ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. പുട്ടിൻ യുവർ ടൈം, പുട്ടിൻ യുവർ എഫേർട്ട്, ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊരു അർത്ഥമാണ്. പുട്ടിൻ ഇൻവെസ്റ്റ് ചെയ്യുക, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, പുട്ട് ഓൺ. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാലോ പബ്ലിഷ് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക ഒരർത്ഥം. വേറെ കാര്യം നിങ്ങൾക്ക് അറിയാം, എക്സ്റ്റിങ്വിഷ് ഫയറൊക്കെ തീ അണക്കിയ പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. പുട്ട് ഓഫ് അല്ല, പുട്ട് ഔട്ട് ആണ്. അത് പലരും മാറിപ്പോകുന്നുണ്ട്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യാന്നൊക്കെയാണ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫയർ, നമ്മൾ തീ അണക്കുന്നതിന് പുട്ട് ഔട്ട് എന്ന് പറയാം. വേറൊരു അർത്ഥം ഇവിടെ ഉണ്ട്, യു പുട്ട് ഔട്ട് സം പോസ്റ്റ്. യു പുട്ട് ഔട്ട്, സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോസ്റ്റ് പുട്ട് ഔട്ട് ചെയ്യാന്ന് പറയും. ദാറ്റ് മീൻസ് പബ്ലിഷ് യുവർ ഇഷ്യൂ. പുട്ട് ഔട്ട് എന്താണ്, എ ബില്ല്, ഒരു ബില്ല് പബ്ലിഷ് ചെയ്യുക, ഒരു ഇഷ്യൂ ചെയ്യുക. പുട്ട് ഔട്ട് എ ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദാറ്റ് മീൻസ് പബ്ലിഷ് ഓർ ഇഷ്യൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രേസൽ വെർബുകൾക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്. 4 അർത്ഥമെങ്കിലും ഒരു മിനിമം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുട്ട് ഔട്ട് എന്ന് പറഞ്ഞു വരുന്നത്. 2 മീനിങ് ഓർത്ത് വെച്ചോളാം. എക്സ്റ്റിങ്വിഷ് എന്നുള്ള അർത്ഥമുണ്ട്, രണ്ടാമത്തെ പബ്ലിഷ് ഓർ ഫയർ ഇഷ്യൂ എന്നുള്ള അർത്ഥമുണ്ട്. പബ്ലിഷ് ഓർ ഇഷ്യൂ എന്നൊരു അർത്ഥമുണ്ട്. അപ്പോൾ 2 ഓർത്ത് വെച്ചു കേട്ടോ. അപ്പം മറക്കാൻ പാടില്ല, പുട്ട് ഔട്ട് എന്താണെന്ന് അറിയണം, പുട്ട് ഇൻ എന്താണെന്ന് അറിയണം, പുട്ട് ഓഫ് എന്താണെന്ന് അറിയണം, പുട്ട് ഓൺ എന്താണെന്ന് അറിയണം. ഈ ഫ്രേസൽ വെർബുകൾ ഇച്ചിരി അധികം പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് കേട്ടോ. അടുത്താണ് ടേക്ക് അപ്പ് സംതിങ്. ടേക്ക് അപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരർത്ഥം ഇതാണ്, യു ആർ ഡൂയിങ് സംതിങ് ആസ് എന്താ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സംതിങ് ആൻഡ് യു ആർ ഡൂയിങ് ഇറ്റ്. നമുക്കൊരു കാര്യത്തിൽ ഇഷ്ടം തോന്നി, അത് നമ്മൾ ചെയ്യണം. യു ആർ കണ്ടിന്യൂയിങ് ടു ഡു സംതിങ്. ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ മേക്കിംഗ് ഇറ്റ് ആസ് എ ഹാബിറ്റ്. അതിനെ ടേക്ക് അപ്പ് സംതിങ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു കാര്യത്തിൽ ഇപ്പോൾ ജോലി, ഐ ടേക്ക് അപ്പ് ദ ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജോലി ഏറ്റെടുത്തു, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ചെയ്യുവാണ്, അങ്ങനെ പറയാം. അല്ലാതെ ടേക്ക് അപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ ടേക്ക് അപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ഓർ മാനേജ് സംതിങ്. ടേക്ക് അപ്പ്, ഫോർ എക്സാമ്പിൾ, ഈ സംതിങ്ങിൻ്റെ അടുത്ത് നോർമലി വരുന്നത് ടേക്ക് അപ്പ് ആൻ ഇഷ്യൂ, ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്യുക. പ്രോബ്ലം, മാറ്റർ എന്നൊക്കെ വന്നാൽ ഓർത്തോണം. ടേക്കപ്പ് എ മാറ്റർ, ടേക്കപ്പ് എ പ്രോബ്ലം എന്നൊക്കെ വന്നാൽ ഈ ഒരു അർത്ഥമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുവാണെങ്കിൽ അല്ലേ, നമുക്ക് നോർമലി ഇപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, നമുക്ക് ജസ്റ്റ് ഒരു ഫ്രേസ് വന്നിട്ട് അല്ലെങ്കിൽ ഫ്രേസൽ വേർബ് വന്നിട്ട് അതിന് മീനിങ് വരാനല്ല വരിക. ചിലപ്പോൾ ഒരു സെൻറ്റൻസിൽ അത് ഏത് ഫ്രേസൽ വേർബ് ആയിരിക്കും ഉചിതമായിട്ട് സൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് ചോദ്യം വരിക. അതുകൊണ്ട് ഫ്രേസൽ വേർബ് നന്നായി പഠിക്കണം, മനസ്സിലായി? അതുകൊണ്ടാണ് ഇത് എല്ലാ രീതിയിലും പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസ് വന്നിട്ട് ഇതിൽ സൂട്ട് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിൻ്റെ മീനിങ് എന്താ ചോദിക്കും, അങ്ങനെയും ചോദിക്കും. അപ്പോൾ
ടേക്ക് അപ്പ് സംതിങ് എന്ന് പറയുമ്പോൾ ആ സംതിങ്ങിന്റെ ഭാഗത്ത് ഇഷ്യൂ, പ്രോബ്ലം, മാറ്റർ ഒക്കെ വന്ന ഓർത്തോ ഡിസ്കസ് ദ പ്രോബ്ലം ആൻഡ് മാനേജ് ഇറ്റ്. അതൊന്ന് ഡിസ്കസ് ചെയ്യണം, എന്നിട്ട് മാനേജ് ചെയ്യണം, അതിനൊന്ന് സോൾട്ട് ഔട്ട് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഒന്ന് സോൾവ് ചെയ്യണം. ടു ഡീൽ വിത്ത് ദ പ്രോബ്ലം, ടേക്ക് അപ്പ്, ഡിസ്കസ് ആൻഡ് മാനേജ് ദ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ്. സോ ഇഷ്യൂ, പ്രോബ്ലം, മാറ്റർ എല്ലാം അതേപോലെ തന്നെ. അല്ലാതെ ടേക്കപ്പ് എ ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുക യു ആർ ഡൂയിങ് എ ജോബ്, യു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് എന്നൊരർത്ഥമാണ്. അപ്പം ആ രണ്ടർത്ഥവും ഓർത്തോണെ. ടേക്കപ്പ് എ ജോബ് എന്നൊക്കെ വന്നാൽ ഓർത്തോണം സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് എന്നൊരർത്ഥമാണ്. ടേക്കപ്പ് സംതിങ്ങിന് രണ്ട് മീനിങ്, സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആൻഡ് ഡിസ്കസ് ഓർ മാനേജ് സംതിങ്, രണ്ടും ഓർത്ത് വെച്ചോണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റോൾ ബാക്ക്. റോൾ ബാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? റിവേഴ്സ് ദ പ്രോസസ് ഓർ റെഡ്യൂസ് ദ പവർ ഓർ ഇമ്പോർട്ടൻസ്. നമ്മൾ ഒരു കാര്യം, ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുവാണെങ്കിൽ റോൾ ബാക്ക് ചെയ്യുന്ന പറയാം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പവർ കുറയ്ക്കുവാണ്, എന്തിൻ്റെ ഒരു പവർ, റെഡ്യൂസ് ദ പവർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സംതിങ്, എന്തിൻ്റെ ഒരു പവർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കുറയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും റോൾ ബാക്ക് എന്ന് പറയും. കേട്ടോ, ഒരു കാര്യത്തിന്റെ പവറോ ഇമ്പോർട്ടൻസോ ഒക്കെ നമ്മൾ കുറയ്ക്കുന്നതിന് റോൾ ബാക്ക് എന്ന് പറയും. അതുപോലെ തന്നെ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യുന്നതിനും റോൾ ബാക്ക് എന്ന് തന്നെയാണ് പറയുന്നത്. മറക്കരുത് കേട്ടോ. അശ്വതി ഞാൻ ഒരു കാര്യം ചോദിട്ടെ, ഞാൻ അശ്വതിക്ക് അയച്ചെന്ന ലിങ്ക് ആണോ അതോ അശ്വതി എന്താണ് നമ്മുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ചോദിച്ചു കിട്ടിയ ലിങ്ക് ആണോ? ചോദ്യം ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്തവർക്കാണെങ്കിലും ടെസ്റ്റ് സീരീസ് പേടിഎം ലിങ്ക് വഴി അവൈലബിൾ ആണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നത്, നിങ്ങൾ ഏതെൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ കോഴ്സ് ഏതെങ്കിലും പർച്ചേസ് ചെയ്ത കുട്ടികൾക്ക് ടെസ്റ്റ് സീരീസ് 199 റുപ്പീസിന്റെ പേടിഎം ലിങ്ക് വഴി അവൈലബിൾ ആണ്. പേടിഎം വഴി നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 48 hours കിട്ടും. ഓക്കെ, അത് ഓർക്കുക, ഒന്ന് ശ്രദ്ധിച്ചോണം. അതിൻ്റെ കാര്യം ഒന്ന് ശരിയാക്കാം കേട്ടോ. അത് ഞാൻ ഇന്ന് തന്നെ ശരിയാക്കാം, അത് പേടിക്കണ്ട കേട്ടോ. പിന്നെ സ്മൃതി പ്രൈസിയുടെയും എസ്സയുടെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇത് പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് പോയി നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കണേ. കാര്യം ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, വിനീത മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം ഞാൻ സെറ്റാക്കി തരാം. ഓക്കെ, പ്ലീസ്. അഞ്ച് 2 ദിവസമല്ല ഞാൻ തരാം. ഇന്നലെ ഞാൻ ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഐ റിയലി ഫീൽ ഡിസപ്പോയിൻറ്റഡ് കേട്ടോ. ആ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. 2 ദിവസം അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2 ദിവസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതാക്കുന്നത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ 2 ദിവസത്തിനുള്ളിൽ ചെയ്തു വരുമോ? സ്റ്റുഡൻസ് നിങ്ങൾ ആരും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ റിമെമ്പർ മീ, ഇന്നലെ എനിക്ക് അയച്ചെന്ന ഇന്നലെ പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞു. 2 ദിവസം എന്ന് പറഞ്ഞാൽ വലിയ ദിവസമൊന്നുമില്ല. സാധാരണ എവിടെ നിങ്ങൾ കൊടുത്താലും 5-6 ആഴ്ചകൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരുള്ളൂ. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ചെയ്തു തരും. സോ ഇന്ന് ചെയ്തു തന്നിരിക്കും. ബിക്കോസ് ഇന്നലെ വരെ ഞാൻ ഒരുപാട് പേരുടെ എസ്സേ നോക്കി. ഇത് ഞാൻ വെറുതെ ഇരിക്കുമല്ല, ക്ലാസ് എടുക്കുവാണ്. രാവിലെ നിങ്ങൾ എൻ്റെ സെഷൻ കാണുന്നതല്ലേ, പെയ്ഡ് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിരക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ചെയ്യുന്നത് അല്ലേ. ഐ എം ഓൾസോ ഹ്യൂമൻ ലൈക്ക് യു. സോ പ്ലീസ് കൺസിഡർ ദാറ്റ്. ഞാൻ എന്തായാലും റിപ്ലൈ തരും. അത് യൂട്യൂബിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, മനസ്സിലായോ? സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓൾ റൈറ്റ്. ക്യാൻ ഐ റോൾ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുമോ? പറയാം. റിവേഴ്സ് പ്രോസസ് അത് പറയുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ റോൾ ബാക്ക് സംതിങ് എന്ന് പറയുമ്പോൾ നമ്മളത് റോൾ ബാക്ക് ടു മൈ ചൈൽഡ്ഹുഡ് എന്നല്ല, റോൾ ബാക്ക് സംതിങ്, എന്തൊരു കാര്യം നമ്മൾ റോൾ ബാക്ക് ചെയ്യുക, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് റെഡ്യൂസ് ചെയ്യണം, അല്ല അതിൻ്റെ പ്രോസസ്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. സോ റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, റോൾ ചെയ്യുക, ഒരു കാര്യം റോൾ ചെയ്യുക എന്നുള്ളത് ഇതാണ്, ട്രാൻസിറ്റീവ് വേർബാണ് കേട്ടോ. അത് ഓർത്തോളൂ. അടുത്ത വാക്ക് ഈസ് ലേ ബെയർ. ലേ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, വെക്കുക, ഒരു കാര്യം വെക്കുക. ലേ ബെയർ സംതിങ്, യു ലേ ബെയർ സംതിങ് എന്ന് പറഞ്ഞാൽ യു റിവീൽ ഓർ മേക്ക് സംതിങ് നോൺ. ഒരു കാര്യം നിങ്ങൾ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾ റിവീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരികയാണ്. അതിനെയാണ് മേക്ക് സംതിങ് നോൺ. അതിനെയാണ് നമ്മൾ ലേ ബെയർ എന്ന് പറയുക. അതൊരു ഇഡിയമാണ്, മറക്കല്ലേ. ഈ ഒരു കാര്യം ഒരു ഇഡിയമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ഇഡിയമാണ്. അപ്പോൾ കയ്യിൽ ഓർത്ത് വെച്ചോളാം. ഇത് ലേ ബെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിവീൽ ഓർ മേക്ക് സംതിങ് നോൺ എന്നാണ് കേട്ടോ. ലേ ബെയർ എന്ന് പറഞ്ഞാൽ റിവീൽ ഓർ മേക്ക് സംതിങ് നോൺ എന്നാണ്. ഓർത്ത് വെച്ചോണേ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ? യാ, യെസ്.
ഓക്കെ അഞ്ജിത, എനിക്ക് മനസ്സിലായി അതെങ്ങനെ മെസ്സേജ് നോക്കാനാണ്. മെസ്സേജ് നോക്കിയാൽ വൺസ് മെസ്സേജ് നോക്കിയാൽ ഉറപ്പായിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരും. അതുകൊണ്ടാണ് അത് ഞാൻ 2 ദിവസം മെസ്സേജ് കണ്ടില്ലെങ്കിൽ അത് കാണാത്തതല്ല, മെസ്സേജുകൾ കിടക്കുന്ന എനിക്ക് കാണാൻ പറ്റും. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നമുക്കറിയാലോ. നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ബാച്ചിൽ തന്നെ വിത്ത് അസസ്മെന്റ് ഉള്ള കുട്ടികൾ 100+. അപ്പോൾ ആ ഒരു കുട്ടിയുടെ 5 എസ്സേ ഞാൻ നോക്കാന്ന് പറയുമ്പോൾ തിങ്ക് അബൌട്ട് ഇറ്റ്, മോർ ദാൻ 500 essays എനിക്ക് നോക്കാനുണ്ട്. സോ ആ ഒരു ലെവലിൽ ചിന്തിക്കുക. ആൻഡ് നമ്മുടെ പെയ്ഡ് ബാച്ചിലെ മറ്റ് പെയ്ഡ് ബാച്ചിലെ കുട്ടികൾ അവർ ചോദിക്കുന്ന സംശയങ്ങൾ, അവരുടെ എസ്സേ, അവരുടെ പ്രീസ് ഒക്കെ നോക്കുന്ന ഞാനാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ ലോട്ട്. അതുകൊണ്ടാണ്. സോ പ്ലീസ് കൺസിഡർ കേട്ടോ. ഓൾ റൈറ്റ്. ഓക്കെ അശ്വതി, ഓൾ റൈറ്റ്. അശ്വിൻ, നീ എനിക്കൊരു മെസ്സേജ് അയക്കാമോ? ഞാൻ ഇന്നലെ അത് പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. നീ ഒരു കാര്യം ചെയ്തേ, ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിയേ. ഇപ്പം ഞാൻ സെൻഡ് ചെയ്യുന്നതിനേക്കാളും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ താഴെ നോക്കിയാൽ പ്ലേലിസ്റ്റുകൾ കാണാൻ പറ്റും. അതിൽ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ HCA ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. അതിൽ നോക്കിയാൽ മതി. HCA ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷിൻ്റെ HCA ഇംഗ്ലീഷിൻ്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് നോക്കുക, അതിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്. യാ ശ്രുദേവി, അത് ചില കുട്ടികൾ എന്നോട് പറഞ്ഞു, ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഡു ഇറ്റ് ഗുഡ്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ അത് ചെയ്തു തരാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം അത് പോയെങ്കിൽ, ഫ്ലോപ്പ് ആയെങ്കിൽ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് എന്തായാലും സെറ്റാക്കി തരാം. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇനി ഫ്ലോപ്പ് ആയെങ്കിൽ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് സെറ്റാക്കി തരാം. ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒന്നുകൂടെ സെൻഡ് ചെയ്യാം കേട്ടോ. എക്സാം പോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഒന്നുകൂടെ സെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. അത് ഇല്ലെങ്കിൽ, ഇനി അതില്ലെങ്കിൽ ഐ എം സോ സോറി, ഐ റിയലി അപ്പോളജൈസ് ഫോർ ദാറ്റ്. എന്നിട്ട് ഞാൻ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് സെറ്റാക്കി തരാം. ഒന്ന് ടെക്നിക്കൽ ടീമിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു അബദ്ധമാണ്. ഓക്കെ, അതൊന്ന് ശരിയാക്കി തരാം. അടുത്ത് ഹാൻഡ് ഓവർ. ഹാൻഡ് ഓവർ എന്ന എന്താണ് ഫ്രേസൽ വേർബ്, നമ്മൾ പഠിക്കാറുള്ള ഒരു ഫ്രേസൽ വേർബാണ്. ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം പാസ് റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ വേറൊരാളുടെ കയ്യിലോട്ട് കൊടുക്കണം. പാസ് ഓവർ ടു സമ്മൺ, അല്ലെ? പാസ് റെസ്പോൺസിബിലിറ്റി ടു സമ്മൺ. ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു കാര്യം ഒരാളിലേക്ക് നമ്മൾ കൊടുക്കുന്നു, അതിനെ പാസ് റെസ്പോൺസിബിലിറ്റി എന്ന് ഹാൻഡ് ഓവറിന് അർത്ഥമുണ്ട്. വേറൊരു അർത്ഥം കൂടെ ഉണ്ട് ഹാൻഡ് ഓവറിന്. യു ഹാൻഡ് ഓവർ ദ പവർ, യു ഹാൻഡ് ഓവർ സംതിങ് എന്ന് പറഞ്ഞാൽ യു yീൽഡ് കൺട്രോൾ ഓഫ് സംതിങ്. അതിന്റെ കൺട്രോൾ നിങ്ങൾ സറണ്ടർ ചെയ്യാണ്. yielding സംതിങ് എന്ന് പറഞ്ഞാൽ യു ആർ സറണ്ടറിങ് ഇറ്റ്, അല്ലേ? നിങ്ങളിത് സറണ്ടർ ചെയ്യാണ്, അടിയറവ് പറയുകയാണ്. സോ സറണ്ടർ കൺട്രോൾ ഓഫ് സംതിങ് അല്ലെങ്കിൽ പാസ് റെസ്പോൺസിബിലിറ്റി ടു സമ്മൺ എന്നുള്ള അർത്ഥമാണ് ഹാൻഡ് ഓവർ എന്നുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്, അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചോണേ. ഓക്കെ, ക്ലിയർ ഐ ഗസ്. അപ്പോൾ ഇന്നത്തെ ഇഡിയം ആൻഡ് ഫ്രേസസ് ഓർത്ത് വെക്കുക. പിറിക് വിക്ടറി, പുട്ട് ഔട്ട്, പുട്ട് ഔട്ടിന്റെ കൂടെ തന്നെ പുട്ടിൻ, പുട്ട് ഓൺ, പുട്ട് ഓഫ് ഒക്കെ ഓർത്ത് വെക്കുക. ടേക്ക് അപ്പ് സംതിങ് 2 മീനിങ് ഉണ്ട്. റോൾ ബാക്ക്, ലേ ബെയർ, ഹാൻഡ് ഓവർ. ഓക്കെ, യെസ്, മൂവിങ് ഓൺ. അടുത്തതാണ്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സിനോണിംസ്. സിനോണിംസ് ആദ്യത്തെ നോക്കിക്കേ. ഡിപ്ലോമസി. ഡിപ്ലോമസി എന്ന വാക്കിന്റെ അർത്ഥം, ഡിപ്ലോമസി നിങ്ങൾക്കറിയാം, ഡിപ്ലോമാറ്റിക് അപ്രോച്ച്, ഡിപ്ലോമാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാം. ഒരു എസ്പെഷ്യലി 2 രാജ്യങ്ങൾ തമ്മിൽ, അല്ലെ 2 കൺട്രീസ് തമ്മിൽ, അല്ലെ 2 നേഷൻസ് തമ്മിൽ, 2 കോണ്ടിനെന്റ്സ് തമ്മിൽ, 2 പാർട്ടീസ് തമ്മിലുള്ള ആ ബന്ധം എന്താ പറയുക, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നോക്കുന്നവരെ ഡിപ്ലോമാറ്റുകൾ എന്ന് പറയും. അതിനെ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എന്ന് പറയും. ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന രീതി, ദാറ്റ് മീൻസ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നതിന് പറയും. അതായത് പബ്ലിക് അഫയേഴ്സിൽ ഇക്വേറ്റ് ചെയ്ത് പോവുകയാണ്, അതിൻ്റെ കോൺവെർസേഷനൊക്കെ കണ്ടക്ട് ചെയ്ത് അവയൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയ്ക്ക് ഡിപ്ലോമസി എന്ന് പറയും. അല്ലെങ്കിൽ ഡിസ്ക്രീഷൻ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡിസ്ക്രീഷൻ മീൻസ് കോഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ഡിസ്ക്രീഷൻ, ഡിപ്ലോമസിക്ക് ഡിസ്ക്രീഷൻ എന്നൊരു അർത്ഥവും സിനണിം ഉണ്ട്. അർത്ഥമല്ല, സിനണിം ഉണ്ട്. ആൻഡ് അനദർ വൺ ഇസ് പ്രുഡൻസ്, കെയർ, വളരെ കെയർ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഡിപ്ലോമസി. ഡിപ്ലോമാറ്റിക് ആണ്. നമ്മൾ എപ്പോഴും പറയില്ലേ, എസ്സേ എഴുതുമ്പോൾ, കൺക്ലൂഷനൊക്കെ എഴുതുമ്പോൾ യു മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് ഡിപ്ലോമാറ്റിക് ഇൻ അപ്രോച്ച്. ഡിപ്ലോമാറ്റിക് ആണെന്ന് വിചാരിക്കണം, എഴുതാൻ നോക്കുക, ശ്രദ്ധിക്കുക എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഫോറിൻ മിനിസ്റ്റേഴ്സ് ഒക്കെ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം എന്ന് പറയും. അതായത് അധികം വലിയ ആവേശഭരിതമായിട്ട് അങ്ങോട്ടേക്ക് ഇതാക്കാൻ പാടില്ല. ഒരു അഫയേഴ്സൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ്, പബ്ലിക് അഫയേഴ്സൊക്കെ നന്നായിട്ട് പറഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. സോ ഡിപ്ലോമസി മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഇസ് റിസ്ട്രെയിൻറ്റ്. റിസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തുക, കൺട്രോൾ ചെയ്യുക. സോ ദാറ്റ്സ് റിസ്ട്രെയിൻ മീൻസ് കൺട്രോൾ. റിസ്ട്രെയിൻ ചെയ്യുക ഇസ് വേർബ്. റിസ്ട്രെയിൻ എന്ന് പറയുന്ന നൗൺ. റിസ്ട്രെയിൻറ്റ് ടി ഉണ്ടെങ്കിൽ നൗൺ. ഇന്നലെ ഞാൻ പറഞ്ഞു, കംപ്ലെയിൻ എന്നും കംപ്ലൈൻറ്റ് എന്നും പോലെ തന്നെയാണ് റിസ്ട്രെയിനും റിസ്ട്രെയിൻറ്റും. കംപ്ലെയിൻ എന്ന് പറഞ്ഞ വേർബ്, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ. റിസ്ട്രെയിൻ എന്ന് പറഞ്ഞ വേർബ്, റിസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ. സോ റിസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നൗണാണ്. സെൽഫ് കൺട്രോൾ അല്ലെങ്കിൽ കൺട്രോൾ എന്നോ സെൽഫ് കൺട്രോൾ എന്നൊക്കെ പറയാം ഇതിന്. അല്ലെങ്കിൽ മോഡറേഷൻ, ചെറിയൊരു അടങ്ങുവാണ്. ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. റിസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച് ചെയ്യുക, മാറി നിൽക്കുക എന്നൊരു അർത്ഥം ഉണ്ടല്ലോ. സോ റിസ്ട്രെയിൻ ഫ്രം സംതിങ് എന്ന് പറയില്ലേ, അതുപോലെ ഡിറ്റാച്ച് ചെയ്യണം എന്ന് പറയും. അതുപോലെ നൗൺ വരുമ്പോൾ ഡിറ്റാച്ച്മെന്റ് എന്നാണ് അതിൻ്റെ അർത്ഥം.
നെക്സ്റ്റ് വൺ ഇസ് അഡ്വെന്റ്. കേട്ടിട്ടുണ്ടായിരിക്കും, അഡ്വെന്റ് ഓഫ് ദ മുഗൾസിന്റെ വരവ്, അഡ്വെന്റ് അല്ലെങ്കിൽ അഡ്വെന്റ് ഓഫ് ദ മൺസൂൺ എന്നൊക്കെ പറഞ്ഞാൽ അറൈവൽ, അപ്പിയറൻസ്, എമർജൻസ്, റൈസ് എന്നൊക്കെയാണ്. കമ്മിങ് എന്നൊക്കെയില്ലേ, വരവ്, കമ്മിങ് ഓഫ് മൺസൂൺ, റൈസ്, എമർജൻസ്, അപ്പിയറൻസ്, അറൈവൽ. നെക്സ്റ്റ് വൺ ഇസ് റിട്രാക്ട്. റിട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിട്രാക്ട് ചെയ്യുക മീൻസ് ടേക്ക് ബാക്ക്, തിരിച്ചെടുക്കുക, വിഡ്രോ ചെയ്യുക, അൺസേ ചെയ്ത കാര്യം എന്താ അൺഡു ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അൺസേ എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യാന്നാണ് കേട്ടോ അർത്ഥം. അൺസേ എന്ന് പറഞ്ഞാൽ വിഡ്രോ, അൺസേ എന്ന് പറയാതിരിക്കുക എന്നല്ല, അൺസേ മീൻസ് വിഡ്രോ ചെയ്യുന്നതിനാണ് ഈ അൺസേ എന്ന് പറയുക. ആൻഡ് റെക്കൻറ്റ് എന്ന് പറഞ്ഞാലും റിട്രാക്ട് ചെയ്യുക അല്ലെ, വിഡ്രോ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, ഓർത്തിച്ചുള്ള. നെക്സ്റ്റ് വൺ ഇസ് ഒഫെൻസീവ്. ഒഫെൻസീവ് ആണെന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആയിട്ടും നൗൺ ആയിട്ട് ഉപയോഗിക്കാവേ. ഒഫെൻസീവ് മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്സിന് അല്ലെങ്കിൽ അസോൾട്ടിന്, മിലിറ്ററി കേട്ടോ ഓർത്തോണെ, ഇറ്റ് ഈസ് ഓൾവേസ് റിലേറ്റഡ് ടു മിലിറ്ററി അറ്റാക്ക്. മിലിറ്ററി അറ്റാക്ക് അല്ലെങ്കിൽ ശ്രദ്ധിച്ചോണെ, മിലിറ്ററി അറ്റാക്ക് അല്ലെങ്കിൽ മിലിറ്ററി അസോൾട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഒഫെൻസീവ് എന്ന്. അതിന് ഒഫൻസ് എന്നല്ല, ഒഫൻസ് കുറ്റമല്ലേ. ഒഫെൻസീവ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി അറ്റാക്ക്, മിലിറ്ററി അസോൾട്ടിനൊക്കെ ഈ പറയുന്ന നൗൺ ആയിട്ട് ഒഫൻസീവ് എന്ന യൂസേജ് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലോ ഈ ഒഫൻസീവ് മിസ് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആയിരുന്നു, ഇപ്പം നൗൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതെന്താ മിസ്സേ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും ഉപയോഗിക്കും. ഒരേ ഒരു കേസിൽ മാത്രമാണ് മിലിറ്ററി അറ്റാക്കിനെ പറ്റി വല്ലതും പറയുമ്പോൾ അല്ലെങ്കിൽ മിലിറ്ററി അസോൾട്ടിനെ പറ്റി പറയുവാണെങ്കിൽ മാത്രം അത് നൗൺ ആയിട്ട് വയ്ക്കും. അല്ലെങ്കിൽ അതിനെ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ് ആയിട്ടുള്ള, ഡെറഗേറ്ററി ആയിട്ടുള്ള, ഹോസ്റ്റൈൽ ആയിട്ടുള്ള, ശത്രുതാപരമായിട്ടുള്ള. സോ ഡെറഗേറ്ററി, റൂഡ്, ഒഫെൻസീവ് എന്നൊക്കെയാണ്, ഹോസ്റ്റൈൽ എന്നൊക്കെയാണ് ഈ പറയുന്ന ഒഫെൻസീവ് എന്ന വാക്കിനർത്ഥം. വളരെ റൂഡ് കോമെന്റ് എന്ന് പറയില്ലേ, ഒഫെൻസീവ് കോമെന്റ്സ്, ഒഫെൻസീവ് പോസ്റ്റ്, റൂഡ് പോസ്റ്റ്, ഹോസ്റ്റൈൽ, ഡെറിഗേറ്ററി, ഇൻസൾട്ടിങ് എന്നൊക്കെയാണ് ഒഫെൻസീവ് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ്റെ അർത്ഥം. ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. നയതന്ത്ര ബന്ധം അല്ലേ, യെസ്. The victory has had occurred for Unni Mukundan in Mepadian film was just like a Pyrrhic victory. Oh yeah. Diplomatic answer പറയും പോലെ അത് തന്നെ. എക്സിക്യൂട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ആണോ? എന്നിട്ട് അശ്വതി അവരയച്ചു തന്നാണോ? എന്നിട്ട് എന്താ സെറ്റാവാത്തെ? ഇമെയിൽ ഐ ഡി വല്ല മാറിപ്പോയോ? അങ്ങനെയും വരാൻ പറ്റില്ല. പേടിഎം വഴി തന്നെയല്ലേ പേ ചെയ്തത്, നോക്കിയിട്ടാണോ ചെയ്തത്? കസ്റ്റമർ കെയറിൻ്റെ നമ്പർ ദേ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനലിൻ്റെ മുകളിൽ കസ്റ്റമർ കെയറിൻ്റെ നമ്പർ കൊടുത്തേക്കുന്നുണ്ടോ, 7 something. ആ നമ്പറിലോട്ട് ഒന്നുകൂടി വിളിച്ചിട്ട് അവരോടൊന്ന് ചോദിക്കുക കേട്ടോ. എന്നിട്ടൊരു എന്താ നമ്മുടെ ഒരു റിഡ്രസൽ ഫോം ഉണ്ടേ, കേരള ഡോട്ട് അവിടേക്ക് ഒരു മെസ്സേജ് അയക്കൂ കേട്ടോ അശ്വതി. ഇതിലേക്കൊരു മെയിൽ അയക്കുക കേട്ടോ, kerala.support@ada247.com. ഈ മെയിൽ ഐ ഡി ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ അയച്ച മെയിൽ അതിലേക്ക് ഒന്ന് ഒരു റിഡ്രസ് മെയിൽ അയക്കുക. ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കാര്യം പറ്റി ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയക്കുക കേട്ടോ. സോ ദെയിൽ അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടീം, നമ്മുടെ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള ടെക്നിക്കൽ ടീം ഇൻവോൾവ് ചെയ്തോളും. അപ്പോൾ യു വിൽ ഗെറ്റ് പ്രോപ്പർ അസിസ്റ്റൻസ് കേട്ടോ. അത് ചെയ്തു നോക്ക് കേട്ടോ. ഓതേഴ്സ് ഷുഡ് ഫോളോ ഡിപ്ലോമസി ഇൻ ദെയർ വർക്ക്സ്. ഓക്കെ. ടേക്കിംഗ് റിസ്ട്രെയിൻഡ് ഡിസിഷൻസ് എന്ന് പറയുമോ, സെൽഫ് കൺട്രോൾ ഡിസിഷൻസ് എന്ന് പറയും. റിസ്ട്രെയിൻഡ് എന്ന നൗണായിട്ട് ഉപയോഗിച്ചാൽ മതി, അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നൗണിനെ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2 നൗൺസ് വന്നാൽ 1 അഡ്ജക്റ്റീവാണ്, കറക്റ്റാണ്. എ ഗുഡ് റൂട്ട് വിൽ സേഫ് ഗാർഡ് ഡിപ്ലോമസി ബിറ്റ്വീൻ 2 countries. ഓക്കെ. എനിക്കറിയാം അശ്വതി എനിക്ക് അയച്ചാൽ ഞാൻ അതാ ഓർത്ത, ഇത് തന്നെ അല്ലേന്ന് ഓർത്ത ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത ബാക്കി എല്ലാ കുട്ടികൾക്കുമേ, ഞാൻ അയച്ചു കൊടുത്ത ലിങ്ക് അയച്ചു കൊടുത്ത കുട്ടികൾക്കെല്ലാം 48 hours അത് അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് വന്നത്. ഒന്ന് റിഡ്രസൽ അയക്കൂ കേട്ടോ, മെയിൽ അയക്കൂ. The army troop retracted from the hilly area after rescuing the individual stuck in the mountain region for 2 days. Okay. Advent of north-east monsoon retracted southwest monsoon. All right. Okay. അപ്പോൾ ഒരു ഇത് വരാൻ പാടില്ലല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അവരത് സോർട്ട് ഔട്ട് ചെയ്തോളും കേട്ടോ. അശ്വതി അതൊന്ന് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഹാവ് സം റിസ്ട്രെയിൻ ഫ്രം ജങ്ക് ഫുഡ്സ്. ഓക്കെ. പറയാം. ഡിറ്റാച്ച്മെന്റ് തെറ്റൊന്നുമില്ല, സോഫി കറക്റ്റ് ആണ്. നാഗാലാൻഡ്സ് പീപ്പിൾ എക്സ്പീരിയൻസ് ഒഫൻസീവ് അറ്റാക്ക് ഫ്രം ആംഡ് സിവിലിയൻസ് 2 months back. 2 months back അല്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ 2 months ago. നിങ്ങളൊരു എന്താണ് ഇത് പറയാമെന്ന് വിചാരിച്ചോ? 2 രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 days എന്നുള്ളത്. ഓക്കെ.
2 days എന്നുള്ളത്. നിങ്ങളിവിടെ ബിഫോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബിഫോർ അവിടെ വരണം. ബിഫോർ എപ്പോഴും ആ ഡ്യൂറേഷന് തൊട്ട് മുൻപ് കൊടുക്കണം. ബിഫോർ 2 days. ഇനി നിങ്ങൾ ബിഫോർ എപ്പോഴും ഉപയോഗിക്കേണ്ടത് അവിടെയാണേ, ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ, അടുത്ത കാര്യം നോക്കിയേ. നിങ്ങളിപ്പോൾ 2 months 3 months 4 months എന്തെങ്കിലും കൊടുത്തോ. 4 months ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ബിഫോർ കൊടുക്കാൻ പറ്റില്ല. ബിഫോർ എന്ന യൂസേജ് നിങ്ങൾ ഒരിക്കലും എവിടെ കൊടുക്കാൻ പാടില്ല. ദാ ഇതിന് ശേഷം 4 months ബിഫോർ, തെറ്റാ. പക്ഷെ അതേ യൂസേജ് ഉള്ള, കാരണം ബിഫോർ എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ ഉപയോഗിച്ചേക്കുന്നത് എന്തായിട്ടാന്ന് മനസ്സിലായോ? ബിഫോർ നിങ്ങൾ അവിടെ ഉപയോഗിച്ചേക്കുന്നത് അഡ്വേർബ് ആയിട്ടാണ്. ബിഫോർ അഡ്വേർബ് അല്ല, എഗോ ആണ് അവിടെ ഉപയോഗിക്കേണ്ട അഡ്വേർബ്. എഗോ എന്നുള്ളത് അഡ്വേർബ് ആണ്. 2 months ago, മനസ്സിലായോ? അവിടെ ഉപയോഗിച്ചു, അതിന്റെ പ്രശ്നമില്ല. യു ക്യാൻ സേ 4 months ago, 2 months ago, 2 years ago എന്നൊക്കെ പറയാൻ കറക്റ്റാണ്. ബിഫോർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ ഡ്യൂറേഷന് തൊട്ട് മുൻപ് കൊടുക്കണം. ബിഫോർ 2 days, ബിഫോർ 4 months, അങ്ങനെ മറക്കല്ലേ. ഗ്രാമാറ്റിക്കലി വരുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. ഡോണ്ട് ഡു ദാറ്റ്. ഒരുപാട് തവണ അത് ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ടും ശ്രദ്ധിച്ചോണേ. The offensive stance taken by China and India regard the diplomatic relationship between the two countries. Okay, the military exercises and ministerial dialogues between countries are the tools that maintain the diplomacy between them. Yes, offensive behavior spelling is ശ്രദ്ധിക്കണം അനുഷ. ഞാൻ ഇന്നാളെ പറഞ്ഞു അമേരിക്കൻ സ്പെല്ലിങ്ങിലാണ് യു ഇല്ലാത്തത്, ബ്രിട്ടീഷ് സ്പെല്ലിങ്ങിൽ യു ഉണ്ട്. BEHAVIOUR. Behavior of others show how restrained you are. Okay, all right. The advent of US military to Ukraine may offensive Russia. May offensive എന്ന് പറയില്ല. May എന്ന് പറയുന്നത് ഇതല്ലേ, എന്താ പേരെന്താ, മോഡൽ വേർബ് അല്ലേ. മോഡൽ വേർബിന് ശേഷം V1 വരണം. മേ ഒഫൻസോ, മേ അറ്റാക്ക്, മേ സംതിങ്, മേ എന്താണ് ട്രിഗർ എന്നൊക്കെ കൊടുത്തോ. റഷ്യ ഓൺ പ്രിവെയിലിംഗ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദം. കേട്ടോ ബിറ്റി, ശ്രദ്ധിക്കണേ. അവിടെ ഒഫൻസീവ് എന്ന് പറയുന്നത് വേർബായിട്ട് ഉപയോഗിക്കില്ല. ഒഫൻസീവ് ക്യാൻ ബി യൂസ് ആസ് എ നൗൺ ആൻഡ് അഡ്ജക്റ്റീവ്, ഒരു കുഴപ്പമില്ല. വേർബായിട്ട് ഉപയോഗിക്കില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. ദ അഡ്വെന്റ് ഓഫ് കൊറോണ വൈറസ് ഡിസ്ട്രോയ്ഡ് ദ ലൈഫ് ഓഫ് എവറിത്തിങ് over the world. Okay, all right. China's advent in Galvan region retracted after the diplomatic interventions from the foreign minister of India. The train engine was restrained. അവിടെ തെറ്റിയില്ലേ? റെസ്ട്രെയിൻഡ് മറ്റേ രമ്യ ഇവിടെ കൊടുത്തേക്കുന്ന റെസ്ട്രെയിൻഡ് കൊടുത്തേക്കുന്ന വേർബ് റെസ്ട്രെയിൻഡ് കൊടുക്കൂ. റെസ്ട്രെയിൻഡ് വേർബ് കൊടുക്കുക, അത് കറക്റ്റാ. വോസ് കഴിഞ്ഞിട്ട് V3 ഫോം കൊടുത്തു, അത് ഏതാണ്? പാസീവ് വോയിസിലാണ് കൊടുത്തേക്കുന്നത് രമ്യ. അത് റെസ്ട്രെയിൻ എന്ന് കൊടുക്കുക. റെസ്ട്രെയിൻഡ്, NED, നോട്ട് TED. റെസ്ട്രെയിൻഡ് നൗണിന്റെ കൂടെ പിന്നെ ED ഫോമുലേഷൻ ഇല്ലേ, വെർബിന് മാത്രമല്ല ED ഫോമുലേഷൻ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണേ അത്. Some of our officers have offensive behavior, so public retracted the support to our department. Okay, Sri Lanka reached out to India for diplomatic approach. Reached out India അല്ല, അങ്ങനെ ശ്രീലങ്ക റീച്ച്ഡ് ഔട്ട് ടു ഇന്ത്യ. റീച്ച് ഔട്ട് ടു സമ്മൺ കേട്ടോ. റീച്ച് ഔട്ട് ടു ഇന്ത്യ. നമ്മൾ ഇന്നാളെ റീച്ച് ഔട്ട് ടു പറഞ്ഞ ഫോർ ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ടു സാങ്ഷൻ $5 billion USD to restrain energy crisis they face. The advent of Portuguese to India lasted for 450 years. Diplomatic relationship do exist in between. എക്സിസ്റ്റ് ഇൻ ബിറ്റ്വീൻ വേണ്ട, രണ്ട് നൗൺ അവിടെ വരത്തില്ല. രണ്ട് പ്രിപ്പോസിഷൻ വരില്ല അഭിഷേകെ. എക്സിസ്റ്റ് ബിറ്റ്വീൻ കൊടുത്താൽ മതി കേട്ടോ. ഇൻ അവിടെ വേണ്ട. എക്സിസ്റ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് എന്നാണ്. ആ ഇൻ അവിടെ വേണ്ടല്ലോ. അപ്പൊ എക്സിസ്റ്റ് ഇന്നും കട്ട് ചെയ്ത് കളയാ. എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ ബോട്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞാലും ഇന്ത്യക്കാരൻ പാകിസ്ഥാൻ എന്നാണോ? ബിറ്റ്വീൻ ആൻഡ് ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാൻ ആണെങ്കിൽ കറക്റ്റ്. ഇല്ലെങ്കിൽ കൊടുക്കണം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ലെറ്റ് ടു റിസ്ട്രാക്ഷൻ. ലെറ്റ് ടു അല്ല കേട്ടോ, റിലേഷൻ എന്നല്ലേ. അപ്പോൾ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ലീഡ്സ് ടു റിസ്ട്രെയിൻഡ് ഓൺ വാർ. റിസ്ട്രെയിൻഡ് ഓൺ വാർ. റിസ്ട്രാൻഷൻ ഇല്ല, റിസ്ട്രെയിൻഡ് ഓൺ വാർ. Diplomacy of police in northeast was mostly offensive in nature. That's why the civilians demanded them to retract from the land. Okay, advent of monsoon created floods in low-lying areas of Kerala. The best way to restrain oneself from negativity is through social media, for it will regenerate one to self-satisfaction. She becomes frustrated. She becomes frustrated. കേട്ടോ, അവിടെ frustrated എന്ന് കൊടുക്കണം. Was become എന്ത്? Become frustrated ആയി എന്നുള്ളത് കേട്ടോ. അവിടെ adjective formulation of frustrated. And she faces an offensive behavior from her mother-in-law. Okay, Shruti, ശരി. Narayan was a diplomatic person as said by Nehru. Okay, the restraints on the Kerala-Karnataka border was a big menace to immigrants.
Offensive statements usually result in debate among politicians. Okay. You should retract the money from bank as soon as possible. The decision of the political party to retract from the coalition was shocking. He tried to restrain Tetti, Nina, restrained alla. He tried to restrain 2 plus V1. 2-ന്റെ കൂടെ ഉപയോഗിക്കുന്നത് noun ആകരുത് കേട്ടോ. Noun ഉപയോഗിക്കരുതേ. Infinitive ഉപയോഗിക്കുമ്പോൾ 2 plus V1 ആണ്. Verb ഉപയോഗിക്കുക. Don't use noun with them. To restrain അല്ല, to restrain. ഇന്നലെയും ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം കേട്ടോ. ഓക്കെ, എവിടെ വരെ എത്തി? യാ, എന്താ നിഷ, എന്തിൻ്റെ ലിങ്ക? ഞാൻ തരാം കേട്ടോ. ഞാൻ ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാനത് ഇപ്പം ക്ലാസ്സിൻ്റെ ഇടയ്ക്കല്ലേ, ഞാനത് അനുഷ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ മെസ്സേജ് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഇന്നലെ അയച്ച മെസ്സേജ് ആയിരുന്നല്ലേ? ഞാൻ നോക്കാം, ഇന്ന് നോക്കാം. ഞാൻ കുറച്ച് തിരക്കാം, എല്ലാം നോക്കിയിട്ട് ഇടയ്ക്ക് ഞാൻ തരാം. ഓക്കെ. റിസ്ട്രെയിൻ ഫ്രം സ്മോക്കിംഗ് ആസ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത്. റിസ്ട്രെയിൻ ഫ്രം സ്മോക്കിംഗ് ആസ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹെൽത്ത്. അവിടെ ഇമ്പയറേറ്റീവ് സെന്റൻസ് അല്ലേ നീത് ഉപയോഗിച്ചത്? അപ്പോൾ വേർബ് കൊടുക്കണ്ടേ? V1 കൊടുക്കണം. ഇമ്പയറേറ്റീവ് സെന്റൻസ് V1 കൊടുക്കണം, നൗണിലില്ല. ഓക്കെ. Retract movement of former CM Pratap Singh starts put out in Congress. Sanjita avade തെറ്റുണ്ടല്ലോ. Retraction movement, avade retraction എന്ന noun കൊടുക്കുക. Retraction movement of former CM Pratap Singh Rana starts put out അല്ല, starts putting out in Congress. Issuing in Congress. Okay. അടുത്തത് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് വെറുതെ V1 വരില്ല, ING ഫോം കൊടുത്തു. സ്റ്റാർട്ട്സ് ടു പുട്ട് ഔട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട്സ് പുട്ടിങ് ഔട്ട് കൊടുത്തു. കറക്റ്റാ. I restrained myself from the offensive advent of diplomatic approach by the activities of state. Okay. Advent of NDRF retracted Babu's life as normal. Okay. Advent of COVID-19 pandemic would affect the Indian economy. Okay. Yes. Okay. Few children's അല്ല. ചിൽഡ്രൻസ് എന്തിനാ അപ്പസ്ട്രോഫി വന്നേക്കുന്നേ? കുട്ടികളുടെ എന്നാണ് അപ്പസ്ട്രോഫി വന്നാൽ അർത്ഥം കേട്ടോ. കുട്ടികൾ ബിക്കം ആണെങ്കിൽ കുട്ടികൾ, ചിൽഡ്രൻ, ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ, ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ. ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓൾറെഡി പ്ലൂറൽ ആണ് കേട്ടോ അഭിഷേക്. അതിന് പിന്നെ വീണ്ടും എസ് കൊടുക്കണ്ട, അപ്പസ്ട്രോഫി കൊടുക്കണ കുട്ടികളുടെ. ചിൽഡ്രൻസ് ഡേ എന്ന് പറയില്ലേ, അതിൽ അപ്പസ്ട്രോഫി നമ്മൾ കൊടുക്കില്ല. കുട്ടികളുടെ, അവിടെ പൊസിഷൻ എല്ലാം ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട്. പിന്നെ വെറും ഫ്യൂ ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് തെറ്റാ. a few children, കുറച്ച് കുട്ടികൾ. a few positive sense. few children എന്ന് പറഞ്ഞാൽ no children ആയിട്ടുള്ളതാണ് കേട്ടോ. so a few children become offensive in front of law because robbing food from mortal. Okay. Tata Group retracted from the business proposal. His offensive behavior always resulted in restraint of his friends from advent to his home. Okay. There are several methods to communicate with people today due to the advent of technology. Okay. US Army retract from Taliban leads to accusation of Taliban. ഓക്കെ. റിട്രാക്ട് ഫ്രം അല്ല, റിട്രാക്റ്റഡ് ഫ്രം. പാസ്റ്റ് ടെൻസ് വേണ്ടേ? ഇല്ലെങ്കിൽ US ആർമി എന്ന് പറഞ്ഞാൽ സിംഗുലറാ. റിട്രാക്ട്സ് എന്ന സിംഗുലർ വേർബ് കൊടുക്കണം കോൺകോഡ് അനുസരിച്ച് കേട്ടോ അഭിഷേകെ. ഒന്നെങ്കിൽ US ആർമി എന്ന് പറയുന്നതിന്റെ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വേർബ് റിട്രാക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുത്തു റിട്രാക്റ്റഡ് ഫ്രം. അപ്പോൾ കുഴപ്പമില്ല. പാസ്റ്റ് ടെൻസ് സിംഗുലറിനും അതുപോലെ തന്നെ പ്ലൂറലിനും ഒക്കെ ഒരുപോലെയല്ലേ, അതിന് കുഴപ്പമില്ല. His offensive behavior made him reticent among his colleagues. Okay. The comments made by the leader in the press meeting was offensive അല്ല, കോമൻസ് അല്ലേ. കോമൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ, അപ്പൊ വേർ ഒഫെൻസീവ് കേട്ടോ. ബിൻസി, the comments made by the leader in the press meeting were offensive and he was advised to refrain from doing so. The advent of Ram after years from terrorist occupied area to his homeland was a heartfelt moment for his family. Yes, it is. Moving to next one, suffice. Suffice എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sufficient എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? sufficient എന്ന adjectiveന്റെ verb formulation ആണ് suffice കേട്ടോ. സഫിസ് എന്ന് പറഞ്ഞ വേർബാണ്. സഫിഷ്യന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ വേർബ് ഫോർമുലേഷൻ. ഓക്കെ. സഫിഷ്യന്റ് മീൻസ് ആവശ്യത്തിന്, ആഡിക്വേറ്റ് ആണ്. സോ സഫിസ് മീൻസ് ബി ഇനഫ്. വേർബ് ഫോർമുലേഷൻ ആണ് അതിന്റെ മീനിങ്. ബി ഇനഫ് അല്ലെങ്കിൽ ബി ആഡിക്വേറ്റ് എന്നാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡു, അത് മതിയാകും. ഇറ്റ് വിൽ ഡു എന്ന യൂസേജ്. ഇറ്റ് വിൽ ഡു, അത് മതി എന്ന് പറഞ്ഞിട്ടല്ലേ. ദാറ്റ് വുഡ് ഡു, സം റെസ്പെക്ട് വുഡ് ഡു എന്നൊക്കെ പറയില്ലേ, ആ ഡു എന്നർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് സെർവ്. അത് ആവശ്യത്തിനുണ്ട്. ഇറ്റ് വുഡ് സെർവ്, അത് ആവശ്യത്തിനുള്ളതുണ്ട് എന്നുള്ള രീതി. അതാണ് ഈ സഫിസ് എന്ന വേർബിന്റെ മീനിങ്. നെക്സ്റ്റ് വൺ ഇസ് റേസ്.
റേസ് എന്ന് പറയുന്ന വേർബിന്റെ പ്രത്യേകത കേട്ടിട്ടാണ്. റേസ് എന്ന് പറയുന്നത് റൈസ് എന്ന് പറയുന്നത് മാറിപ്പോരുത്. റൈസ് എന്ന് പറയുന്ന വേർബുണ്ട്, റേസ് എന്നുള്ളതുണ്ട്, മാറിപ്പോയത് രണ്ടും. അതിൻ്റെ റൈസ് എന്ന് പറയുന്ന നൗണും ഉണ്ട്, അത് വേറെ കാര്യം. ഈ റൈസ് ആൻഡ് റേസ്, ഈ റേസും ഉണ്ട്. റൈസ് നൗണും ഉണ്ട് വേർബും ഉണ്ട് കേട്ടോ. ഇത് നൗണും ഉണ്ട് വേർബും ഉണ്ട്. അതുപോലെ തന്നെ ഈ റൈസും നൗണും ഉണ്ട് വേർബും ഉണ്ട്. റൈസ് ഓഫ് പറയില്ലേ. ആൻഡ് ഈ റൈസ് എന്ന് പറഞ്ഞാൽ ഉണരുക. റൈസ് ആൻഡ് ഷൈൻ, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ഒക്കെ പറയില്ലേ, ആ റൈസ്. റേസ് എന്ന് പറയുന്നത് ഓടുക, റേസ്, റണ്ണിങ് റേസ് ഒക്കെ പറയില്ല, ഓട്ടപ്പന്തയല്ലേ, കോമ്പീറ്റ് ചെയ്യുക, റേസ് ചെയ്യുക എന്നൊക്കെ പറയാം. ആൻഡ് ഈ റേസിന്റെ അർത്ഥം ഉയർത്തുകയാണ്. ലിഫ്റ്റ്, എലിവേറ്റ്, അപ്ലിഫ്റ്റ്, ഹോയിസ്റ്റ്, അപ്ഹീവ്, ഉയർത്തുക. സോ ഉയർത്തണമെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റ് വേണം. സോ ഇതൊരു ട്രാൻസിറ്റീവ് വേർബാണ്, മറന്നുപോയത്. റേസ് എന്ന് പറയുന്ന ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. റേസ് ചെയ്യണമെങ്കിൽ റേസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം നമ്മുടെ കയ്യിൽ വേണം. സോ യു റേസ് ദ മാറ്റർ, യു റേസ് എൻ ഇഷ്യൂ, യു റേസ് ദ വോളിയം, യു റേസ് ദി ഫ്ലാഗ് എന്നൊക്കെ പറയാം. ഓക്കെ, റേസിന്റെ പാസൻസ് റേസ്ഡ് ആണ്, മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വൺ ഇസ് അൺഈക്വിവോക്കൽ. അഡ്ജക്റ്റീവ് ആണ്. അൺഈക്വിവോക്കൽ എന്ന് പറഞ്ഞാൽ ഇന്നാൾ നമ്മൾ പറഞ്ഞാണ് അൺആംബിഗ്വസ് ആണ്. നോ ഡൗട്ട്, ഡൗട്ടൊന്നും ഇല്ലാത്തത്. ദാറ്റ് ഈസ് അൺമിസ്റ്റേക്കബിൾ അല്ലേ, അൺറിഗ്രറ്റബിൾ ഓർ ക്ലിയർ, അതിനെയാണ് അൺഈക്വിവോക്കൽ എന്ന് പറയുന്നത്. അടുത്താണ് കൺട്രൈറ്റ്. നോക്കണേ, പുതിയ വാക്കാണ് കൺട്രൈറ്റ്. അഡ്ജക്റ്റീവ് ആണ് കൺട്രൈറ്റ് എന്ന് പറഞ്ഞാൽ. കൺട്രൈറ്റ് മീൻസ് റിഗ്രറ്റ്ഫുൾ. ഓക്കെ, റിഗ്രറ്റ്ഫുൾ, റിപ്പൻറ്റന്റ്, റിമോഴ്സ്ഫുൾ എന്ന്. റിഗ്രറ്റ് ഉള്ളത്, റിഗ്രറ്റ്ഫുൾ, റിമോഴ്സ്ഫുൾ, റിപ്പൻറ്റന്റ്, പെനിറ്റന്റ്, അല്ലെങ്കിൽ സോറി തോന്നുന്നു അല്ലേ, നമുക്ക് ഒരു വേണ്ടായിരുന്നു തോന്നില്ലേ. ദാറ്റ്സ് ഇറ്റ്. സോറി, പെനിറ്റന്റ്, റിപ്പൻറ്റന്റ്, റിഗ്രറ്റ്ഫുൾ, റിമോഴ്സ്ഫുൾ എന്നാണ് കൺട്രൈറ്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണേ. അടുത്ത വാക്ക് ഡെന്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ് ഡെന്റ്. ഐ തിങ്ക് ഒരു മാസമൊക്കെ മുമ്പായി ഡെന്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിമ്പിൾ, ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു തടിപ്പ് എന്നൊക്കെ പറയില്ലേ, കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന ഒരു ഹമ്പ് പോലെ പൊന്നിക്കുന്ന ഇൻഡന്റേഷൻ, അല്ലെങ്കിൽ ഇൻഡന്റേഷൻ, അല്ലെങ്കിൽ ഡിപ്ലീഷൻ. ഇൻഡന്റേഷൻ ഇസ് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. എന്തിന്റെ സർഫസിന്റെ മുകളിൽ ഒരു കുരു പോലെ വരിക, ഡിംപിൾ എന്നൊക്കെയാണ് ഈ പറയുന്ന ഇൻഡന്റേഷന്റെ അർത്ഥം. ഓക്കെ, ഡിംപിൾ എന്ന ഡെന്റ്, ഈ ഡിംപിൾ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഡിൻറ്റ് എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥമുണ്ട്, ഡിപ്ലീഷൻ, റിഡക്ഷൻ എന്നൊക്കെ അർത്ഥം. ഡിപ്ലീഷൻ, റിഡക്ഷൻ എന്നൊരു അർത്ഥം, കുറവ്. അപ്പോൾ അതിന്റെ വേർബ് ഫോർമുലേഷൻ എന്താ? ഡിമിനിഷ്, റെഡ്യൂസ്, ലെസൺ എന്നൊക്കെയാണ് വേർബ് ഫോർമുലേഷൻ്റെ അർത്ഥം. ഡിമിനിഷ്, ലെസൺ, റെഡ്യൂസ് എന്നൊക്കെയാണ് വേർബ് ഫോർമുലേഷൻ്റെ അർത്ഥം. വേർബ് ഉണ്ട്, നൗണും ഉണ്ട്. ഓർത്തോണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. Okay, yeah. Advent of video sharing platforms has led to new possibilities in learning and educating. LED is just ഈ ലെഡ് അല്ലല്ലോ, V3 ഫോമും LED ലെഡ് ആണ്. ലെഡ് ആണ് V2, V3 ലെഡ്, LED ലെഡ് ആണ് കേട്ടോ, ആ ലെഡ് ആണ് കേട്ടോ. He was forced to retract his decision of going abroad. Okay, the advent of Chinese army in Indian occupied Galwan Valley area caused the offensive, as their action made the Indian army to retract their restraint. Okay, usually the victims received offensive remarks from the society in rape cases, which shows denting of human values. Okay, yeah, the manager retracted his resignation. Okay, the arguments raised by the prosecutor were suffice for the accused to be punished. Very good, Vinci. Yeah, Udayam, Uyarthal. Yeah, yes. ആ റേസിന് എന്താണ് ഉണ്ട്, കാസ്റ്റ് ഗ്രൂപ്പൊന്നും ഉണ്ട്, കോമ്പറ്റീഷനും ഉണ്ട്. കോമ്പീറ്റ് ചെയ്യുക എന്നുള്ള റേസ് എന്ന വേർബും ഉണ്ട് കേട്ടോ, അതവർക്ക്. യെസ് അശ്വതി. ഹി റേസ് ആർഗ്യുമെന്റ്സ് ആസ് ഇറ്റ് വാസ് റെലവെന്റ്. സ്പെഷ്യൽ കാറ്റഗറി റേസ്. അതെ, നമ്മൾ പറയില്ലേ നമ്മുടെ റേസ്, കാസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് സെക്ട്. റേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, സെക്ട് അല്ലേ, നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. റേസിന് സെക്ട് എന്നൊരു അർത്ഥമുണ്ട്, സെക്ഷൻസ് അല്ലേ, ഗ്രൂപ്പ് എന്നൊരർത്ഥം റേസിന്. ഹ്യൂമൻ റേസ്, ഓഹോ അല്ലേ, എളുപ്പമല്ലേ. ഹ്യൂമൻ റേസ് ഓർത്താൽ മതി, ഹ്യൂമൻ റേസ്. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഹ്യൂമൻ റേസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഐ റേസ് മൈസെൽഫ് ഫ്രം ദ naive girl to the boldest lady you have ever known. All right, that's great. All right, moving to next one. Repercussion എന്ന് പറഞ്ഞാൽ അനന്തരഫലം, അതിന്റെ അനന്തരഫലം. Consequence, result, repercussions. The repercussions of your actions may be terrible.
അടിപൊളി, വലിയ പ്രശ്നമാവേ. കോൺസിക്വൻസ്, റിസൾട്ട്, എഫക്ട്, ഔട്ട്കം എന്നൊക്കെയാണ് റിപ്പർകഷൻ എന്ന നൗണിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് ഫെർദർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ഫെർദർ എന്നുള്ളത്. ഫെർദർ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ഫെർദർ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ടും ഫെർദർ ഉപയോഗിക്കാം. ഫെർദർ മീൻസ് പ്രൊമോട്ട് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുക അല്ലെ, പ്രൊമോട്ട് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഫെർദർ എന്നൊരർത്ഥം. ഫെർദറിന് വേറെ അർത്ഥം ഉണ്ടല്ലോ, മോർ എന്ന അർത്ഥം അഡ്ജക്റ്റീവില് അല്ലെ. അല്ലെങ്കിൽ ഫെർദർ എന്ന് പറയുന്ന ഫെർദർ എന്ന് പറഞ്ഞാൽ അഡീഷണലി അഡ്വേർബ് ആയിട്ടും ഉപയോഗിക്കാം. സോ അഡ്വേർബ്, അഡ്ജക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വേർബ്. പ്രൊമോട്ട്, അഡ്വാൻസ് എന്ന മീനിങ് വരും. ഓക്കെ, ഫെർദറിങ് എന്നൊക്കെ നിങ്ങൾ കാണാൻ പറ്റും ഇന്നത്തെ ആർട്ടിക്കിൾ അതുണ്ട്. ഓക്കെ, അടുത്ത വാക്ക് എക്സ്പെൻഡ്. എക്സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്പെൻഡ് ചെയ്യുക മീൻസ് സ്പെൻഡ് ചെയ്യുക, പൈസ ഇങ്ങനെ ധാരാളമായിട്ട് ചെലവഴിക്കുക, ലാവിഷ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ലാവിഷ്, സ്ക്വാൻഡർ. അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നതാണ് ശരിക്കും എക്സ്പെൻഡ് എന്ന് പറയാം നമ്മൾ. അതാണ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ വരുന്ന ഈ വാക്കിൽ നിന്നാണ്. എക്സ്പെൻഡിച്ചർ പറയില്ലേ, നമ്മുടെ ചെലവ് അല്ലേ. എക്സ്പെൻഡിച്ചർ അറിയില്ലേ നമുക്ക്? എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവ്. വേർബ് അല്ല, നൗൺ. എക്സ്പെൻഡിച്ചർ ഇസ് നൗൺ. അപ്പൊ എക്സ്പെൻഡ് ചെയ്യുക മീൻസ് വേർബ് ആണ്. സ്പെൻഡ് ചെയ്യുക, പേ ഔട്ട് ചെയ്യുക, ഡിസ്ബേഴ്സ് ചെയ്യുക, ചെലവാക്കുക, ലാവിഷ് ചെയ്യുക, സ്ക്വാണ്ടർ ചെയ്യുക എന്നൊക്കെയാണ് എക്സ്പെൻഡ് എന്ന വാക്കിന്റെ അർത്ഥം, വേർബിന്റെ അർത്ഥം. എക്സ്പെൻഡിച്ചർ നൗൺ കേട്ടോ, ഓർത്ത് വെച്ചു. ആൻഡ് ദ വൺ ഇസ് ഒബ്നോക്ഷ്യസ്. ഒബ്നോക്ഷ്യസ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അൺപ്ലസന്റ്, അത്ര സുഖമുള്ളതല്ല, ഒബ്നോക്ഷ്യസ് ആണ്. ഒബ്നോക്ഷ്യസ് കോമൻസ്, ഒബ്നോക്ഷ്യസ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺപ്ലസന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള, അൺപ്ലസന്റ് ആയിട്ട്, ഡിസഗ്രിബിൾ ആയിട്ട്, അംഗീകരിക്കാൻ പറ്റാത്ത, നാസ്റ്റി, ടെറിബിൾ എന്നൊക്കെ പറയാം, ഒബ്നോക്ഷ്യസ്. നെക്സ്റ്റ് വൺ ഇസ് കൺവീൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു സമൺ എന്ന വാക്കിന്റെ അർത്ഥം കൺവീൻ ചെയ്യുക, അസംബിൾ. കൺവീൻ വിളിച്ചു കൂട്ടുക, സമൺ ചെയ്യുക, കോൾ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, കൺവോക്ക് ചെയ്യുക, വിളിച്ചു കൂട്ടുക. ദാറ്റ്സ് അല്ലെ, കോൾ ആൻഡ് ഗ്യാദർ എവ്രി വൺ. ദാറ്റ്സ് വാട്ട് കൺവോക്ക് മീൻസ്. അടുത്തത് അസംബിൾ. ഇതാണ് കൺവീൻ എന്ന വാക്കിനർത്ഥം. ഓക്കെ, കൺവെൻഷൻ എന്ന വാക്കിന്റെ അതാണ് കൺവെൻഷൻ ഇല്ലേ, കൺവെൻഷൻ, ഇന്ന കൺവെൻഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. റിലീജിയസ് കൺവെൻഷൻ, പൊളിറ്റിക്കൽ കൺവെൻഷൻ. കൺവെൻഷൻ ഇസ് നൗൺ, അതിന്റെ വേർബാണ് കൺവീൻ, മറക്കണ്ട. ഇതെല്ലാം കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്, ഓർത്ത് വെച്ചോ കേട്ടോ. ദ ആക്സിഡന്റ് ക്രിയേറ്റഡ് എ ഡെന്റ് ഇൻ ഹിസ് കാർ. ഓക്കെ, ഓൾ റൈറ്റ്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, യെസ്, റേസ്. ആസ് എ പ്രൊവിഷൻസ് ഇൻ ദ ബിൽ വർ unequivocal, it was passed unanimously in the parliament. Yes, sometimes it's better to raise your voice. അഗ്ന ഞാൻ പറഞ്ഞു നിന്നോട് ഷോർട്ട് ഹാൻഡ്സ് എഴുതിടുന്നു. യു ആർ ടെക്സ്റ്റുവൽ ഇത് രീതിയിൽ എഴുതരുത്, യുവർ മെസ്സേജ് അല്ലേ കേട്ടോ, മെസ്സേജ് രീതിയിൽ എഴുതില്ല. ടെക്സ്റ്റുവൽ ലാംഗ്വേജ്. വോയിസ് അഗൻസ്റ്റ് അൺജസ്റ്റിസോ, ഇറ്റ്സ് നോട്ട് സോറി അഗൻസ്റ്റ് ഇൻജസ്റ്റിസ് ദാൻ ടു സ്റ്റേ സൈലന്റ് ടു ഇലിമിനേറ്റ്. വീണ്ടും ടു ഇലിമിനേറ്റ്. നീ എന്താ എഴുതുന്നത്? എസ് എഴുതുമ്പോൾ ഇത് മാറിപ്പോവേ, നമുക്ക് അറിയാതൊരു ടെൻഡൻസി വരും. ടു ഇലിമിനേറ്റ് the darkness prevailing in the society and make the weaker community aware of their rights. കുഴപ്പമില്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പണി ചെയ്യരുത് പ്ലീസ്. ഓക്കെ, unequivocal statements from the followers of the political party raise its status among society. The repercussions of eating bats by the Chinese may have caused the advent of COVID-19 pandemic. പുതിയതാണോ? വെറുതെ അതൊന്നും പറയരുത് കേട്ടോ, വേറെ വല്ലവരും കേട്ട പിടിച്ച് അകത്തിടും. ശ്രീദേവി, we don't know the real cause, അതുകൊണ്ടാണ്. Further methods, furthering methods, further area. Yes. Women education is suffice to raise their power in various various fields at the same time that can dent the offenses against them. Yeah. All right. Space. Space തെകയുന്നില്ല, അതുകൊണ്ടാണോ? കൊള്ളാം. The motivational speech was suffice to boost the spirit of students. Yes. Some groups had raised saffron flag in the place of tricolor flag in Karnataka. It seems like contrite repercussion of a sovereignty. Okay, yeah. Repercussion of COVID-19 pandemic was rampant diminishing economy. Okay. She decided to face the further repercussions of the issue. All right, moving on. Breakthrough. നിങ്ങൾക്കറിയാം breakthrough എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? Breakthrough means it's a breakthrough. It's a discovery in the field of medicine. It was the advent of vaccines, COVID-19 vaccines, was a breakthrough in the medical history. അല്ലെ എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ആയിരുന്നു, അഡ്വാൻസ് ആയിരുന്നു, ഡെവലപ്മെന്റ് ആയിരുന്നു, സക്സസ് ആയിരുന്നു. ബ്രേക്ക് ത്രൂ, ഡിസ്കവറി, അഡ്വാൻസ്, ഡെവലപ്മെന്റ്, സക്സസ്. ബ്രേക്ക് ത്രൂ അല്ലെ. അടുത്ത നമുക്ക് സോർ എന്ന് പറയുന്ന വേർബാണ് അസെന്റ്. ക്ലൈംബ് ചെയ്യുക, അസെന്റ് ചെയ്യുക, ക്ലൈംബ് ചെയ്യുക, കൂടുക എന്നാണ് അർത്ഥം കേട്ടോ. കൂടുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയരുക എന്നൊക്കെ പറയില്ലേ, അതാണ് റൈസ്. ആൻഡ് ദെൻ മൗണ്ട്, കൂടുക. ഞാൻ പറഞ്ഞില്ല മൗണ്ട്. വേറൊരിടത്തുണ്ട് എക്സ്കലേറ്റ് ചെയ്യുക, ഷൂട്ടപ്പ് ചെയ്യുക, റാപ്പിഡ് ഇൻക്രീസ്. എസ്കലേറ്റ്, റാപ്പിഡ് ഇൻക്രീസ്, സോർ.
കൂട്ടി, എന്തോ ഒരു കാര്യത്തിന് കൂടി സോറിങ് എന്നുള്ള രീതിയിൽ വരും. ഇറ്റ് ഇസ് സോറിങ് എന്നൊക്കെ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് സോർ എന്ന വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് സ്വീപ്പിംഗ്. സ്വീപ്പ് ചെയ്യുക, അടിച്ചുവാരി വൃത്തിയാക്കുക എന്നൊക്കെ അർത്ഥമില്ലേ? ആ സ്വീപ്പ് അല്ല കേട്ടോ, ഇത് അഡ്ജക്റ്റീവ് സ്വീപ്പാണ്. സ്വീപ്പിംഗ് എന്ന അഡ്ജക്റ്റീവ് നമ്മൾ പറയാറുണ്ട് സ്വീപ്പിംഗ് ഡിസിഷൻസ്, സ്വീപ്പിംഗ് കോമൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, സ്വീപ്പിംഗ് എന്താണ്, കുറെ മെത്തേഡ്സ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബ്രോഡാണ്, ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള, എല്ലായിടത്തും ഉള്ള, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എന്നാണ് സ്വീപ്പിംഗ് എന്നുള്ള അർത്ഥം. സ്വീപ്പിംഗ് ചേഞ്ച്, നിങ്ങൾ ഈ എസ്സേയിലൊക്കെ എഴുതുമ്പോൾ ഇറ്റ്സ് എ ഫോമൽ യൂസേജ്, നല്ലൊരു യൂസേജ് ആണ്. ഓൾ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ കോംപ്രിഹെൻസിബിൾ ആയിട്ടുള്ള, മൊത്തമുള്ള, കംപ്ലീറ്റ് ആയിട്ട് ഉള്ളത്. ബ്രോഡ്, എക്സ്റ്റെൻസീവ്, വാസ്റ്റ്, റൂമി, സ്പേസ് ഉള്ളത്, അതിനാണ് റൂമി എന്ന് പറയാം അല്ലേ? സ്പേഷ്യസ്, അതിനെയാണ് റൂമി എന്ന് പറയാം. ദർ ഇസ് റൂം ഫോർ എവറി വൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സ്പേസ് ഇവിടെ ഉണ്ട്, സ്ഥലമുണ്ട് അല്ലേ? ദർ ഇസ് റൂം ഫോർ എവറി വൺ, ദാറ്റ്സ് ഇറ്റ്. റൂം ഫോർ ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയില്ലേ? ദാറ്റ് മീൻസ് സ്പേസ് ഫോർ, സ്പേഷ്യസ്, റൂമി എന്നൊരു അർത്ഥം ഇതിനുണ്ട്. അല്ലാതെ പറയുമ്പോൾ ഓർത്ത് വെച്ചോ, സ്വീപ്പിംഗ് ചേഞ്ച്, ദർ നീഡ് എ സ്വീപ്പിംഗ് ചേഞ്ച്, എ ബ്രോഡ് ചേഞ്ച്, എക്സ്റ്റെൻസീവ് ചേഞ്ച് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ, ഇൻ ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ആ സ്വീപ്പിംഗ് വളരെ നല്ലൊരു വേർഡാണ്, അഡ്ജക്റ്റീവ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ നമ്മുടെ എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഓർക്കാട്ടെ, ഈ സ്വീപ്പിംഗ് ഒക്കെ ഒന്ന് എഴുതുക. ദർ നീഡ്സ് എ സ്വീപ്പിംഗ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നല്ലൊരു കാര്യമാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. സോ അടുത്താണ് ഡയലോഗ്. ഡയലോഗ് എന്ന വാക്കിന്റെ അർത്ഥം ഡയലോഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ചർച്ചയ്ക്കാണ്. കോൺവെർസേഷൻ, ടോക്ക്, ഡിസ്കോഴ്സ്, ആർഗ്യുമെന്റ്, അതിനൊക്കെ ഡയലോഗ് എന്ന് പറയാം. ഡയലോഗ് ബിറ്റ്വീൻ നേഷൻസ് അല്ലേ? അടുത്താണ് പ്രാഗ്മാറ്റിക്. യു നോ വാട്ട് പ്രാഗ്മാറ്റിക് ഇസ്? പ്രാഗ്മാറ്റിക് മീൻസ് പ്രാക്ടിക്കൽ, റിയലിസ്റ്റിക്, ലോജിക്കൽ, റാഷണൽ, സെൻസിബിൾ എന്നൊക്കെയാണ് അർത്ഥം. ലോജിക്കൽ, സെൻസിബിൾ, റാഷണൽ അല്ലെ, റീസണബിൾ എന്നൊക്കെയാണ് അർത്ഥം പ്രാഗ്മാറ്റിക് എന്നുള്ള അർത്ഥം. റീസണബിൾ, റാഷണൽ, സെൻസിബിൾ, റിയലിസ്റ്റിക്, പ്രാക്ടിക്കൽ, അതാണ് പ്രാഗ്മാറ്റിക്. പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് എ പ്രോബ്ലം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ ഓക്കെ. ഫോർ ദ ഫർദറൻസ് ഓഫ് കരിയർ ഐ ഹാവ് ഷിഫ്റ്റഡ് ടു ചെന്നൈ റാദർ ദാൻ കൊച്ചി. ഓക്കെ. എൻവയൺമെന്റ് ആർ ഡാമേജ്ഡോ? എൻവയൺമെന്റ് ആർ ഡാമേജ്ഡ്. എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ സിംഗുലറാ, എൻവയൺമെന്റ് പരിസ്ഥിതി സിംഗുലറാ. അപ്പം എന്ന് കൊടുക്കണം അങ്ങനെ, എൻവയൺമെന്റ് ഈസ് ഡാമേജ്ഡ് ആസ് ദ റിപ്പർക്കഷൻ ഓഫ് യൂസ്, ആസ് ദ റിപ്പർക്കഷൻ, ആസ് ദി ഇഫക്റ്റ് അല്ലെ? ഇതിന്റെ എഫക്റ്റ് ഓഫ്, അവിടെ ഇത് വേണം, എന്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, പ്ലാസ്റ്റിക്കിന്റെ യൂസ് എന്ന സ്പെസിഫിക് ആയ കാര്യം പറയുന്നുണ്ട്. ആസ് ദ റിപ്പർക്കഷൻ ഓഫ് എന്താണ്, ആസ് എ റിപ്പർക്കഷൻ ഓഫ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് കേട്ടോ. എൻവയൺമെന്റ് ഈസ് ഡാമേജ്ഡ് ആസ് ദ റിപ്പർക്കഷൻ ഓഫ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് കേട്ടോ. അങ്ങനെ WCC ഓൾവേസ് റേസ് ഇക്വാലിറ്റി ഓഫ് വിമൻ ഇൻ അമ്മ. ഓക്കെ. Don't try to justify yourself by your obnoxious arguments. Okay. Some awkward situation അല്ല അഭിഷേക്, സം എന്ന് പറഞ്ഞാൽ കുറച്ച്. സം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. So when I make a point, remember you to do it കേട്ടോ. സം നമുക്ക് ഉപയോഗിക്കാം കൗണ്ടബിളിന്റെ കൂടെ, അൺകൗണ്ടബിളിന്റെ കൂടെ കേട്ടോ. രണ്ടിൻ്റെയും കൂടി ഉപയോഗിക്കാം, ഓർത്ത് വെച്ചോ. കൗണ്ടബിളിന്റെ കൂടെ നിങ്ങൾ ഉപയോഗിച്ചോ, ഒരു പ്രശ്നവുമില്ല. യു ക്യാൻ യൂസ് ഇറ്റ് ഓൾസോ വിത്ത് അൺകൗണ്ടബിൾ. ഓക്കെ ആണല്ലോ. അപ്പൊ കൗണ്ടബിളിന്റെ കൂടിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കൗണ്ടബിളിന്റെ കൂടിയാണ് സം ഉപയോഗിക്കുന്നതെങ്കിൽ അതെപ്പോഴും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സം പീപ്പിൾ, സം ബോട്ടിൽസ്, സം മാറ്റേഴ്സ്. അൺകൗണ്ടബിൾ ആണെങ്കിലോ, അൺകൗണ്ടബിൾ സിംഗുലർ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് അൺകൗണ്ടബിളിലൂടെ സം ഇൻഫർമേഷൻ, സം അഡ്വൈസ്, സം വാട്ടർ, സം ഷുഗർ എന്നൊക്കെ പറയാം കേട്ടോ. സം എക്യുപ്മെന്റ് എന്നൊക്കെ പറയാം. സം അപ്പൊ കൗണ്ടബിളിന്റെ കൂടെയല്ലേ ഇപ്പൊ ഉപയോഗിച്ചത്. സം ഓക്വേർഡ് സിറ്റുവേഷൻ ആണോ? സം ഓക്വേർഡ് സിറ്റുവേഷൻസ് made me obnoxious to work. Furthermore, NTCS and this and that, ആ കാര്യങ്ങൾ അല്ലെ, ആൻഡ് ആ സിറ്റുവേഷൻസ് ആൻഡ് ദോസ്, അപ്പൊ ദിസ് അല്ല, ആൻഡ് ദോസ് ലീഡ് ടു, സോറി, ആൻഡ് ദോസ് ലീഡ് മീ ടു റിസൈൻ, ആൻഡ് ദോസ് ലീഡ് മീ ടു ലീഡ് മീ, അവ ആ സിറ്റുവേഷൻസ്. അപ്പൊ ആ ദോസ് എന്ന് വേണം അവിടെ, ആൻഡ് ദോസ് ലീഡ് മീ ടു റിസൈൻ കേട്ടോ. അഭിഷേക് കഴിഞ്ഞ ദിവസം അസെന്റ് അത് തന്നെ പഠിച്ചിരുന്നു അത് തന്നെ. ദ ഹാപ്പിനെസ് ഇൻസൈഡ് മീ സോഡ് വെൻ ഐ ഗോട്ട് എ ഗവൺമെന്റ് ജോബ്. അസെന്റ് പറയുമ്പോൾ പറഞ്ഞു തന്നു, അത് തന്നെ പറഞ്ഞു തന്നു. യെസ് ഷുവർ, യു റിമെമ്പർ, ഗുഡ്. ദ മിനിസ്റ്റർ ഡിസൈഡഡ് ടു കൺവീൻ ആൻഡ് ഓൾ പാർട്ടി മീറ്റിംഗ് ആൻഡ് ലേറ്റർ ഡെഫേർഡ് ഇറ്റ്. ഓക്കെ. സോർ കൺഫ്യൂസിംഗ് വേർഡ്സ്, അത് തന്നെ ഓർത്ത് വെച്ചോണേ. സ്വീപ്പിംഗ് ഡ്രാസ്റ്റിക് മീനിങ് വരുമോ? സ്വീപ്പിങ്ങിന് ഡ്രാസ്റ്റിക് എന്നൊരു മീനിങ് വരില്ല. അതാണോ ചേഞ്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്? അല്ലല്ല, സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ആയിട്ടുള്ള
മൊത്തം ബാധിക്കണം. അത് സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ തൂത്തുവാരുക എന്നല്ലേ, സ്വീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തൂത്തുവാരുക അല്ലേ, അടിച്ചു വരുമ്പോൾ നമ്മളൊരു ഏരിയ മൊത്തം കവർ ചെയ്യില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി ഓൾ ഇൻക്ലൂസീവ്, കോംപ്രിഹെൻസീവ് ആയിരിക്കണം, എല്ലായിടത്തും എല്ലാം കവർ ചെയ്യുന്നതായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി കോംപ്രിഹെൻസിബിൾ. അതിന് ഡ്രാസ്റ്റിക് എന്നൊരു അർത്ഥം ഇല്ല. കോംപ്രിഹെൻസീവ്, ഓൾ ഇൻക്ലൂസീവ്, ബ്രോഡ്, എക്സ്റ്റെൻസീവ്, വാസ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. കേട്ടോ രശ്മി? Fall of stock price of certain companies made people to think about investing in gold, which led to a soar price. Soar price പറയില്ല, soaring price. അവിടെ സോറ് കൊടുക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം? ഇഫ് യു വോണ്ട് ടു യൂസ് ഇറ്റ് ആൻ അഡ്ജക്റ്റീവ്, ing ഫോം ഉപയോഗിക്കുക. സോറിങ്, അപ്പൊ അത് അഡ്ജക്റ്റീവ് ആയില്ലേ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിച്ചു, അഡ്ജക്റ്റീവ് ആയില്ലേ? അപ്പൊ സോറിങ് കൊടുക്കണം കേട്ടോ. പ്രവീണ, സോറിങ് കൊടുക്കണേ. The soaring of positive cases due to Omicron is depleting. Very good. Soaring എന്നിപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പൊ സുവർണ്ണ കൊടുത്തേക്കുന്ന സോറിങ് കണ്ടോ, സുവർണ്ണ ഇവിടെ അത് ജെറണ്ട് ആയിട്ട് കൊടുത്തു. അപ്പോൾ പ്രവീണ അവിടെ കൊടുക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് സുവർണ്ണ കൊടുത്തു. അങ്ങനെ കൊടുക്കാം, ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വരത്തില്ലേ, അതുപോലെ. സ്വീപ്പിംഗ് മെജോറിറ്റി ഇസ് എക്സ്പെക്ടഡ് ബൈ. ഇപ്പൊ സ്വീപ്പിംഗ് അഡ്ജക്റ്റീവ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാ? അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിലാണ് ഉപയോഗിക്കുന്നത്. സ്വീപ്പ് എന്ന വേർബ് ഉണ്ട്, ing ഫോമിൽ ഉപയോഗിച്ചപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. ദാറ്റ്സ് എ ഡിഫറൻസ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. Okay, a sweeping majority is expected by all political parties in upcoming elections to retain the power. The CM convened an urgent meeting to discuss the repercussions of the COVID pandemic, to make the people aware of the upcoming danger and to underscore the importance of self-isolation. Okay, government needs to, government needs to, government is singular, appa needs singular verb kodukanam, needs to be pragmatic when dealing with international relations. We have shifted many of our discourses to the online mode. Pragmatic dialogue of the minister paid അതെന്താ? pay the way കാരണമായി അല്ലേ, അത് ഫ്രേസ് ആണ്. അതിന്റെ മീനിങ് എന്താ? ഫ്രേസ് ആണ്, അതിന്റെ യൂസേജ് ഇതാണ്, pay the way, pay way for something. മറക്കല്ലേ, paved അല്ല, paid. അപ്പൊ pay the way എന്നുള്ള രീതിയിൽ വരും. അപ്പൊ PAYD, paid. ഓക്കെ, അടുത്തത് he soared over his thoughts. പറയോ? ഇല്ല. soared എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വെർബ്, അതിനുശേഷം അതിന് ഒബ്ജക്റ്റ് കൊടുക്കണം. ഇറ്റ് വാസ് എ സ്വീപ്പിംഗ് ബ്രേക്ക് ത്രൂ ഇൻ മൈ ലൈഫ്. ഓക്കെ, ICCI bank soar stake in India International Clearing Corporation. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ, സോർ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവിടെ സോർ എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ട് ഏത് സോറാ കൊടുത്തേക്കുന്നത് നോക്കിയേ. സോ യു ആർ സോർ. സവർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ടേസ്റ്റ്, സവർ ടേസ്റ്റ് അഡ്ജക്റ്റീവാ. പിന്നെ AR സോർ ആണെങ്കിൽ അവിടെ സിംഗുലർ വേർബിന് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബും കൊടുക്കണം കേട്ടോ. അങ്ങനെ പ്രാഗ്മാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ദി പാൻഡമിക് കുഡ് പ്രൊട്ടക്ട് ദ സ്വീപ്പിംഗ് ഗ്ലോബ്. സ്വീപ്പിംഗ് ഗ്ലോബ് എന്ന് പറഞ്ഞാൽ ബ്രോഡ് ഗ്ലോബ്, അതാണ് ഉദ്ദേശിക്കുന്നത്. It's high time to implement a pragmatic solution for soaring fuel prices. Okay, you better face the problem with a pragmatic approach rather than a vague one. Okay, sweeping win in election. Yes, sweeping victory പറയാറുണ്ട്. correct. Broad victory, മൊത്തത്തിൽ victory. Yes, COVID cases soared by the end of January. Okay, yes, breakthrough, breakdown, breakout, breakup and outbreak from root break. Yes, root break ൽ വരുന്നതാണ്. പക്ഷെ അവിടെ ബ്രേക്ക് ഡൗൺ ഇല്ലേ, നമ്മൾ ഫ്രേസൽ വേർബ് ഉണ്ട്, ബ്രേക്ക് ഔട്ട്, ബ്രേക്ക് ഡൗൺ, അങ്ങനെയൊക്കെ ബ്രേക്ക് അപ്പ് ഒക്കെ ഫ്രേസൽ വേർബ്. ഇത് നൗൺ ആണ്, അത് ഓർത്തോണം കേട്ടോ വ്യത്യാസം. ആൻഡ് ഡിപ്ലോമാറ്റിക് ഡയലോഗ് ബിറ്റ്വീൻ ടു നേഷൻസ് ഹെൽപ്പ് ടു, ഡയലോഗ് അല്ലേ, സിംഗുലർ അല്ലേ, അപ്പൊ ഹെൽപ്പ് ടു അല്ലേ, ഹെൽപ്സ് ടു. പ്രീത് പ്രയാഗ്, ഡിപ്ലോമാറ്റിക് ഡയലോഗ് ബിറ്റ്വീൻ ടു നേഷൻസ് ഹെൽപ്സ് to make a breakthrough in the relationship. Chartered accountants are more pragmatic persons than other accounts practitioners. Okay. Breakthrough of pandemic results in ease of COVID restrictions, which results in catastrophe, which helps people to behave as pre-COVID situation. It was a soaring demon who is powerful in night times. Okay, the invention and soaring of science and technology was a sweeping breakthrough in the lifestyle of Indian people. I think the salvation which I perceive while cracking an examination will be a sweeping breakthrough to meet my future goals. Okay, Russia and Ukraine should resolve the issue through diplomatic dialogue. Yes, heavy waterfall, soaring water level in the dam. അവിടെ സോറിങ് എന്ത് വരണം പാർവതി?
ഈസ് ഹെവി റെയിൻഫോൾ ഈസ് സോറിങ്. ഇത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അതിൻ്റെ ബി ഫോർമുലേഷൻ ഈസ്, വാസ്, ആറ് ഏതെങ്കിലും കേട്ടോ കൊടുക്കണം. അത് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഈസ് സോറിങ് വാട്ടർ ലെവൽ. ഡയലോഗ് ഓഫ് വേരിയസ് പൊളിറ്റീഷ്യൻസ് is soaring the fear of common people. Okay, his dialogue in meeting was encouraging. Nowadays, sweeping deforestation is taking place. Nowadays, soaring deforestation is taking place in the name of development. Therefore, the government must expend more money for environment. Anusha is B formulation. Continuous tense into B formulation and B plus V4. The dialogue between India and China is expected to bring about sweeping campaigns and changes in the economy. Okay, there was soaring COVID-19 cases during the second wave in India. Soaring positive cases in COVID-19 led to lockdown. Okay, dialogues from Mohanlal's movie Lucifer made a breakthrough for his later movies as well. Yeah, the sweeping change in the work culture during the pandemic was ponderable. Okay, ഇവിടെ പക്ഷേ അത് pay the way for something, paid way എന്ന് പറഞ്ഞില്ലേ, അവിടെ അത് തെറ്റാ. പോടുന്ന യൂസേജ് ഉണ്ട്, അതിൽ തെറ്റൊന്നുമില്ല, പോടുന്ന യൂസേജ് ഒക്കെ ഉണ്ട്, അതിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഫ്രേസ് ശ്രദ്ധിക്കണം, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. ടു മെയിൻറ്റെയിൻ ഡിപ്ലോമാറ്റിക് ആൻഡ് പ്രാഗ്മാറ്റിക് ഡയലോഗ്സ്. ഓക്കെ, ഇഫ് വി തിങ്ക് ഇൻ എ പ്രാഗ്മാറ്റിക് വേ ഇറ്റ് വിൽ എ ബ്രേക്ക് ത്രൂ അല്ല, ഇറ്റ് വിൽ ബി എ ബ്രേക്ക് ത്രൂ. ആർഷ, ഇറ്റ് വിൽ ബി എ ബ്രേക്ക് ത്രൂ ഇൻ അവർ ലൈഫ്. സോറി പേ അല്ല. യെസ് ഐ എം സോ സോറി. മാറിപ്പോയതാണ്, എനിക്ക് മാറിപ്പോയി. ഐ എം സോ സോറി. പേ വേ അല്ല, പേവ് ആണ്. സോറി, പേ അല്ല, പേയ്മെന്റ് പൈസ അടയ്ക്കാതല്ലേ, പേവ് ആണ്. എനിക്കത് മാറിപ്പോയത്. ഐ എം സോറി. പേവ് വേ ഫോർ, സോറി, ഒന്ന് തിരുത്തണേ. പേവ് ആണ്. ഇപ്പൊ കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത്. ശരിയാ, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, പേവ്ഡ് ആണ്. പ്രസിദ്ധ, താങ്ക് യു. പേവ്ഡ് വേ ഫോർ സംതിങ്, അപ്പോൾ അതിന് പേവ്ഡ്. Joining editorial session is a breakthrough in my language acquisition. That's great, Betty. His pragmatic decision making skill led to his pragmatic decision making skill led to a breakthrough in his life. Okay, apart from theoretical approach, it is the pragmatic approach that is more applicable when viewed from a point. Okay, villagers are outraged by the obnoxious assault of wild animal nearby. Yes. Brief pragmatic Ravi, it wouldn't work. Okay. Okay, dialogue between Russia and Ukraine wasn't pragmatic and couldn't find a breakthrough from the current situation. Yes. അപ്പോൾ നമ്മുടെ അശ്വിൻ പറഞ്ഞ പോലെ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ ആങ്കർ ഇൻ ഡിപ്ലോമസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആർട്ടിക്കിലോട്ട് പോകാം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ. നിങ്ങൾക്ക് എസ്സേ എഴുതാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ നോട്ട് ചെയ്ത് പോകണം. ഇന്നത്തെ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് സോഷ്യൽ മീഡിയയുടെ ഇന്റർവെൻഷൻ, അഡ്വെന്റ് ഓഫ് സോഷ്യൽ മീഡിയയുടെ വരവ്, അറൈവലിന് ശേഷം ഉള്ള മാറ്റം എല്ലാ ഫീൽഡിലും. ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയെ പറ്റി ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാ ഫീൽഡും നിങ്ങൾക്ക് എഴുതണം. അതിൽ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് കൊടുക്കാം, ഡിപ്ലോമസിക്ക് കൂടെ എഴുതി കൊടുക്കാം. അതിൻ്റെ ഒരു വലിയൊരു അടിപൊളി എക്സാമ്പിളാണ് ഇന്നും കിട്ടാൻ പോകുന്നത്. സോ യു ആർ ഗോയിങ് ടു റീഡ് ഇറ്റ് thoroughly. We are going to read it thoroughly and have a look at it and note the points. കേട്ടോ, നോട്ട് ചെയ്യാൻ പോകണം. സോ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് എവരിവൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് എല്ലാവരും ഒരു ലൈക്ക് ഇട്ട് ഷെയർ ഇട്ട് among people കേട്ടോ, മറ്റുള്ളവരിലോട്ടൊക്കെ എത്തട്ടെ. ഇറ്റ്സ് ജസ്റ്റ് 55%. ആകെ 55% ലൈക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, സ്നേഹമില്ലേ നിങ്ങൾക്കാരും? People, no likes. Okay. So that അതുകൊണ്ട് എന്നാണ് so thatന്റെ അർത്ഥം. So that അതുകൊണ്ട് so that കഴിയുമ്പോൾ അടുത്ത ക്ലോസ് കൊടുക്കണം കേട്ടോ അഭിഷേക്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നിട്ട് so that കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലോസ് കൊടുക്കാം. എന്താണ് അതിന്റെ കാരണം? അതുകൊണ്ട് the TB eradication program of India government has a sweeping effect. The dialogue between two parties led to an offensive retroactive rise of present prices of petrol and diesel. Okay, the dialogue, അത് correct. Okay, പോവാം. നമുക്കിത് ആർട്ടിക്കിളോട്ട് പോകാം. ഇനി ഞാൻ സെന്റൻസ് വായിക്കില്ലേ, കുറച്ചു നേരത്തേക്ക് നമ്മൾ ശ്രദ്ധ ഇവിടെ ആർട്ടിക്കിളോട്ട് വരിക. അവിടെ നമ്മൾ പിന്നെ വേറെ വായിക്കാൻ പോകില്ല. Pak establishment was behind MNC Kashmir tweets, but India should have shown restraint. Okay, പാക് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു, പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു MNC കശ്മീർ ട്വീറ്റ്സ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ MNCs കശ്മീരിനെതിരെ ട്വീറ്റ് ചെയ്തു. ഇതിന്റെ പിന്നിലുള്ളത് പാക് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു. നമുക്കറിയാതെ കാര്യം പാകിസ്ഥാനെ പറ്റിയുള്ള കശ്മീർ പ്രശ്നം പാകിസ്ഥാനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അതിന്റെ ബിഹൈൻഡിലുള്ളത് നമ്മുടെ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു. പക്ഷേ ഇന്ത്യ ഷുഡ് ഹാവ് ഷോൺ റിസ്ട്രെയിൻ. ഇന്ത്യ കുറച്ച് സെൽഫ് കൺട്രോൾ കാണിക്കണമായിരുന്നു. മനസ്സിലായോ? ഇന്ത്യ എടുത്ത് ചാടാൻ പാടില്ലായിരുന്നു. ഷുഡ് ഹാവ് ഷോൺ ഡിസ്ക്രീഷൻ, അടങ്ങണമായിരുന്നു.
should have shown moderation, should have shown self-control. ഇന്ത്യ ഇച്ചിരി കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ട് നിൽക്കണമായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഓതർ പറയുന്നത്. സോ പാക് എസ്റ്റാബ്ലിഷ്മെന്റ് വാസ് ബിഹൈൻഡ് MNC Kashmir tweets, ബട്ട് ഇന്ത്യ ഷുഡ് ഹാവ് ഷോൺ സം റെസ്ട്രെയിൻറ്റ്. കുറച്ച് സെൽഫ് കൺട്രോൾ കാണിക്കാമായിരുന്നു. The advent of social media has no doubt changed how diplomacy is conducted between countries. Even so, it was surprising that the MEA and the Commerce Ministry put as much energy as they did into ensuring the several multinational companies retracted social media posts their Pakistani distributors had put out last week. The posts that appear to be part of a coordinated exercise sponsored by the Pakistani establishment were put out on February 5. February 5th-നാണ് ഇവരിട്ടത്, 5-ാം തീയതി. നോക്കാം, സോഷ്യൽ മീഡിയയുടെ വരവ് അല്ലെ, എമർജൻസ് ഓഫ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ദ അഡ്വെന്റ് അല്ലെ കമ്മിങ് ഓഫ് അറൈവൽ ഓഫ് സോഷ്യൽ മീഡിയ എന്ന് സോഷ്യൽ മീഡിയ വന്നതോടെ നമുക്കറിയാം നോ ഡൗട്ട് ചേഞ്ച് ഡിപ്ലോമസി. ഒരു ഡൗട്ടും ഇല്ല, ഡിപ്ലോമസി ഭാഗമൊക്കെ മാറി. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ അലയൻസ് അല്ലെ, നമ്മുടെ കൺട്രീസ് തമ്മിലുള്ള അലയൻസ് ഒക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എല്ലാം മാറി സോഷ്യൽ മീഡിയ വന്നേ. പിന്നെ കഴിഞ്ഞ ദിവസം MEAയും കോമേഴ്സ് ഇൻഡസ്ട്രിയും കൂടെ ഭയങ്കര എനർജി, അവരുടെ ഒരുപാട് എനർജി ആൻഡ് ടൈം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഷുവർ, ടു എസ്റ്റാബ്ലിഷ്, അവർ ഉറപ്പുവരുത്താണ്, ടു കൺഫേം ചെയ്യണം, വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺഫേമിങ് ദാറ്റ്, ഉറപ്പുവരുത്തുന്നു ദാറ്റ് സെവറൽ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് റിട്രാക്ട് ചെയ്തു, അവർ വിഡ്രോ ചെയ്തു. എന്ത് വിഡ്രോ ചെയ്തു? സോഷ്യൽ മീഡിയ പോസ്റ്റ് അവർ വിഡ്രോയുടെ പാസ്റ്റ് ടെൻസ് വിഡ്രൂ സോഷ്യൽ മീഡിയ പോസ്റ്റ്. എവിടുന്ന? പാകിസ്ഥാനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ഉണ്ട്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ ഇഷ്യൂഡ് അല്ലേ, നമ്മൾ പബ്ലിഷ്ഡ് അല്ലെ, ഇഷ്യൂ സംതിങ് എന്നാ പറഞ്ഞത്. ഇഷ്യൂഡ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ വീക്കിൽ അവർ പബ്ലിഷ് ചെയ്ത പാകിസ്ഥാനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെന്റുകാർ മുന്നോട്ട് വെച്ച പബ്ലിഷ് ചെയ്ത സോഷ്യൽ മീഡിയ പോസ്റ്റ് മൾട്ടിനാഷണൽ കമ്പനീസിനെ കൊണ്ട് ഇടപെടിപ്പിച്ചിട്ട് കൊമേഴ്സ് ഇൻഡസ്ട്രി, MEAയും കൊമേഴ്സ് ഇൻഡസ്ട്രിയും ഇടപെടിപ്പിച്ചിട്ട് അവരോടത് വിഡ്രോ ചെയ്യിപ്പിച്ചു. ഇല്ലേ, പണി പാടൂല്ലേ? അതുകൊണ്ട് ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇത് വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു എക്സസൈസ് ആയിരുന്നു ബൈ ദ പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെന്റ്. പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇതിന്റെ പിന്നിൽ. അത് ഫെബ്രുവരി 5-ാം തീയതിയാണ് അവർ ഈ ഒരു പരിപാടി നടത്തിയത്. മാർക്ഡ് ഇൻ പാകിസ്ഥാൻ ആസ് കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്നാ ഫെബ്രുവരി 5 എന്ന് പറയുമ്പം പാകിസ്ഥാനിൽ അത് എന്തായിട്ട് അവർ ചെയ്യുന്നത്, അവർ ആഘോഷിക്കുന്നത് ഇറ്റ് ഈസ് സെലിബ്രേറ്റഡ് ആസ് കാശ്മീർ സോളിഡാരിറ്റി ഡേ എന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസം. അന്നാണ് അവർ ഈ പണി ഒപ്പിച്ചത് കേട്ടോ. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ആൻഡ് കണ്ടെയ്ൻഡ് what New Delhi termed as highly offensive messages calling for Kashmiri liberation. The government's outrage was valid, given that these companies, including Hyundai, Toyota, KFC, Pizza Hut, and pharma major Schwabe, also have flourishing businesses in India, and it was strange that private MNCs would post such politically charged messaging at all. However, where a sharp word or even a short statement of disapproval would have sufficed, the Modi government decided to go the whole distance. അതിന് കടന്നു അവർ. അപ്പം അതാണ് പ്രശ്നം. ശരിയാ, നമ്മളെ പ്രൊവോക്ക് ചെയ്തു. ഈ സോഷ്യൽ മീഡിയയുടെ പ്രശ്നം എന്താ? സോഷ്യൽ മീഡിയയിൽ വളരെ പ്രൊവൊക്കേഷൻസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ വളരെ ഒഫൻസീവായിട്ട് മെസ്സേജസ് ആയിരുന്നു ആരിട്ടത്? ഈ പറയുന്ന പാകിസ്ഥാനി എസ്റ്റാബ്ലിഷ്മെന്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുന്നോട്ട് വെച്ചത്. അവരതിനെ വിളിക്കുന്നത്, ആ ഒരു ഇതിനെ അവർ വിളിക്കുന്നത്, സോൾഡാറ്റ് ഡേയിൽ അവർ വിളിച്ച് അതിന് ടൈറ്റിൽ കൊടുത്തേക്കുന്ന കാശ്മീർ ലിബറേഷനാണ്. കാശ്മീരെ ലിബറേറ്റ് ചെയ്യണം, ഫ്രീ ചെയ്യണം. അതാണ് ഇന്ത്യൻ്റെ കരങ്ങളിൽ നിന്ന് കാശ്മീരിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഐഡിയ. അപ്പോൾ ഗവൺമെന്റ് എന്റെ ഔട്ട്റേജ്, ഗവൺമെന്റ് ദേഷ്യം, ഗവൺമെന്റ് ആങ്കർ എന്ന് പറഞ്ഞു. ദേഷ്യം എന്ന് അല്ല, ഔട്ട്റേജ് എന്ന് പറഞ്ഞാൽ ആങ്കർ അല്ലെ, ഫ്യൂരി, ആങ്കർ അല്ലെങ്കിൽ ഫ്യൂരി. ദേഷ്യം എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിരുന്നു, ശരിയാണ്, ഒത്തന്റിക് ആണ്, അത് ഒറിജിനൽ ആണ്, ഒത്തന്റിക് ആയിട്ടുള്ള കാര്യമാണ്, വാലിഡ് ആണ്, അത് മനസ്സിലാക്കാം, നമുക്കത് മനസ്സിലാക്കാം, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അല്ലേ. പക്ഷേ അതായത് കാര്യം വെച്ചാൽ ഈ കമ്പനീസ്, കാര്യം എന്താ, പ്രൊവൈഡഡ് ഈ കമ്പനീസ് ഉണ്ടല്ലോ, ടൊയോട്ട, KFC, ഇവരെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ഉള്ള MNCs ആണ് കേട്ടോ. ഇവന്മാരെല്ലാം ആണ് ഇതിന്റെ കൂടെ നിൽക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ദാറ്റ്സ് റിയലി ഫാർമ കമ്പനിയായ ഷ്വാബെ, ഇവയെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ നല്ല ഫ്ലറിഷിംഗ് ബിസിനസ് ഉണ്ട്, നല്ല ത്രൈവിംഗ് ബിസിനസ്, നല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്. അപ്പൊ ഇങ്ങനെയുള്ള ഇവന്മാര്, ഈ പ്രൈവറ്റ് MNCs ഇങ്ങനെ പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള കോമൻസ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് റിയലി സ്ട്രേഞ്ച്, വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഇറ്റ് വാസ് സ്ട്രേഞ്ച്, ഇറ്റ്സ് വിയേർഡ്. ഇങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം കൂടിയാണ്. ബിക്കോസ് ഇറ്റ് ഇസ് പൊളിറ്റിക്കലി ചാർജ്ഡ് മെസ്സേജസ് അല്ലേ എന്ന് പറയുന്നത്. അപ്പൊ അവർ ചെയ്ത തെറ്റാണ്, അത് അംഗീകരിക്കുന്നു. ഒരു ഷാർപ്പ് വേർഡ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡിസപ്രൂവൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഹാവ് സഫിസ്റ്റ് മീൻസ് ഹാവ് ബീൻ ഇനഫ് അല്ലെ, ഹാവ് ബീൻ ഇനഫ്. ഞാൻ പറഞ്ഞു ഇനഫ്, ബി ഇനഫ് എന്നാണ് സഫീസിന്റെ അർത്ഥം. ഹാവ് ബീൻ ഇനഫ്
the Modi government decided to go whole distance. അവർ അതിരുകണം. അപ്പോഴേക്കും മോഡി ഗവൺമെന്റ് ഇടപെട്ടതിൽ ആകെപ്പാടെ പ്രൊവോക്ഡ് ആയി, അങ്ങ് ദേഷ്യമായി. See what happened? Let's see what happens then. Even summoning the Korean ambassador while ensuring that Indian embassies took up the issue with other governments. External Minister S. Jaishankar also raised the matter with his Korean counterpart, who apologized to the Indian people. Commerce Minister Piyush Goyal added in Parliament that the original apology by Hyundai India was not adequately forceful or unequivocal. Even as social media consumers in India threatened to boycott products made by the companies concerned. നോക്കാം അപ്പൊ എന്താ അതിന് ശേഷം നടന്ന കാര്യങ്ങൾ നോക്കാം. വളരെ ഇഫക്റ്റീവായിട്ട് നോക്കുക. കൊറിയൻ അംബാസഡറിനെ വിളിച്ചു, പ്രശ്നങ്ങൾ അല്ലെ, കൊറിയൻ കമ്പനീസ് അല്ലേ, അപ്പോൾ കൊറിയൻ അംബാസഡറിനെ വിളിച്ചു, പറഞ്ഞു, ഹ്യുണ്ടായി കൊറിയൻ അംബാസഡറെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ശരിയായോ, ഇന്ത്യൻ എംബസി ഈ ഇഷ്യൂസിനെ ടേക്ക് അപ്പ് ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, മറ്റ് ഗവൺമെന്റ്സിനോടും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇത് ഇറ്റ് വാസ് പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റ്, ഇത് ശരിയായില്ല. അങ്ങനെ എക്സ്റ്റേണൽ മിനിസ്റ്ററായ ജയശങ്കർ ഈ മാറ്റർ റേസ് ചെയ്തു. ഹി എലവേറ്റഡ് ദിസ് മെഷർ, ഇതിനെ പറഞ്ഞു, നമ്മുടെ എടുത്തിട്ട് പറഞ്ഞു, കൗണ്ടർ പാർട്ടിനോട് പറഞ്ഞു, ഇത് കൊറിയൻ കൗണ്ടർ പാർട്ടിനോട്, കൊറിയൻ ആയിട്ടുള്ള എക്സ്റ്റേണൽ മിനിസ്റ്ററോട്, കൊറിയൻ കൗണ്ടർ പാർട്ടി, അതായത് കൊറിയൻ എക്സ്റ്റേണൽ മിനിസ്റ്ററോട് ഈ കാര്യത്തെ ഇമ്പോർട്ടൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അങ്ങനെ അവർ അപ്പോളജൈസ് ചെയ്തു, ഇന്ത്യൻ പീപ്പിളിനോട് അപ്പോളജൈസ് ചെയ്തു, ക്ഷമ പറയിപ്പിച്ചു. മാത്രമല്ല കോമേഴ്സ് മിനിസ്റ്ററായ പീയൂഷ് ഗോയൽ ഇത് പാർലമെന്റിൽ പറഞ്ഞു, ഈ കാര്യം പാർലമെന്റിൽ ആഡ് ചെയ്തു. എന്നിട്ട് അവർ പറയുകയും കൂടി ചെയ്തു, ഒറിജിനൽ അപ്പോളജി, ഹ്യുണ്ടായിക്കാര് കൊടുത്ത അപ്പോളജി ഉണ്ടല്ലോ, അത് അപ്പോളജി ശരിയായില്ല, ദാറ്റ് വാസ് നോട്ട് ക്ലിയർ ആയിട്ടില്ല, ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, ഇറ്റ് വാസ് ഫോഴ്സ്ഫുൾ, അഡിക്വേറ്റ്ലി ഫോഴ്സ്ഫുൾ ആയിരുന്നു, ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ, അത് ക്ലിയറും അല്ലായിരുന്നു, ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ആൻഡ് ഇറ്റ് വാസ് ഫോഴ്സ്ഫുൾ എന്നുള്ള രീതിയിൽ പറയുന്നു. മാത്രമല്ല ഇവിടെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയ കൺസ്യൂമേഴ്സ്, ഇന്ത്യയിൽ ഒരുപാട് സോഷ്യൽ മീഡിയ കൺസ്യൂമേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അവരെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ഈ കമ്പനീസിന്റെ പ്രോഡക്ട്സ് ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യുന്നുള്ള രീതിയിൽ വരെ എത്തി, അങ്ങനെ ഒരു അവസ്ഥയിലെത്തി. അതായത് വളരെ പ്രൊവൊക്കേഷൻ കൊണ്ടുവന്ന ഒരു കാര്യം. അതാണ് സോഷ്യൽ മീഡിയ എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മുടെ ചിന്താഗതിയെ ബാധിക്കുന്നു, നമ്മുടെ ആക്ഷൻസിനെ ബാധിക്കുന്നു. ഹൗ മച്ച് ആർ വി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി സോഷ്യൽ മീഡിയ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഹൗ മച്ച്, എന്തോരം ഇൻഫ്ലുവൻസ്ഡ് ആണ് നമ്മളൊന്ന് ആലോചിക്കുക. വെദർ ഇറ്റ് ഇസ് അവർ ആക്ഷൻസ് ഓർ അവർ തോട്ട് പ്രോസസ്, അത്രത്തോളം ആണ് അത്, എത്രത്തോളം ബാധിച്ചു ഒരു കൺട്രീൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് അനദർ കൺട്രി എന്നുള്ള രീതിയിൽ നോക്കാം. വൈൽ ദി ഗവൺമെന്റ് മൈറ്റ് ഫീൽ ഇറ്റ് ഹാസ് അച്ചീവ്ഡ് ഇറ്റ്സ് പേർപ്പസ്. ചിലപ്പോൾ ഗവൺമെന്റിന് തോന്നും ഗവൺമെന്റ് തോന്നി ഞങ്ങൾ അച്ചീവ് ചെയ്തു ഇറ്റ്സ് പേർപ്പസ്, ഞങ്ങൾ വിചാരിച്ച കാര്യം നേടിയെടുത്തു എന്ന് ഗവൺമെന്റിന് തോന്നിയെങ്കിലും by ensuring, next paragraph, adinte after effect by ensuring the companies and governments involved were contrite about the pause, it must also consider the big picture of how its actions that appear to be at some variance with those of a secure and powerful global player are viewed in the rest of the world. India's claim over Jammu and Kashmir are strong and widely acknowledged, and not so fragile that a few social media posts that appeared only in Pakistan can dent in any way. Second, holding foreign governments, diplomatic countries to account for the actions of the local distributors of their private companies could have unforeseen repercussions. It is also worth ഓർത്തുവെക്കുക. ഇനി നമ്മളതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ പറ്റിയ, ഔട്ട്കംസിനെ പറ്റിയാണ് പറയുന്നത്. നോക്കിക്കേ, നമ്മൾ ഇന്ത്യ വിചാരിച്ചു കാണും ശരിയാ, അത് ഇന്ത്യ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം നടത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഓക്കെ ശരിയാ, അതിന് ഞാൻ എൻ്റെ പേർപ്പസ് സാക്ഷാത്കരിച്ചു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ദാറ്റ്സ് നോട്ട് ട്രൂ. കാര്യം ഇങ്ങനെ നമ്മളൊരു കമ്പനീസിനെ എൻഷുർ ചെയ്യുന്നു, കമ്പനീസിനെ ഗവൺമെന്റ്സിനെ ഇതിന്റെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നോക്കിയേ, ആ ഒരു കാര്യം നമ്മൾ അത് നമ്മൾ കുറച്ചൊരു ബിഗ് പിക്ചർ കൺസിഡർ ചെയ്യണം, കുറച്ചുകൂടെ ബ്രോഡർ പിക്ചർ നമ്മൾ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ആക്ഷൻസിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുക നോക്കുക. ഹൗ ഇറ്റ് എഫക്ട്സ് അവർ ആക്ഷൻസ്, നമ്മുടെ ആക്ഷൻസിനെ എത്രത്തോളം ബാധിക്കുക എന്നുള്ള ഓർക്കണം. ആൻഡ് ഹൗ ആർ വി, നമ്മൾ ഈ സെക്യൂർ ആയിട്ടുള്ള പവർഫുൾ ഗ്ലോബൽ പ്ലെയേഴ്സ് ആയിട്ടാണ് എന്താ ലോകം കാണുന്നത്. അതിൽ നമ്മുടെ ആക്ഷൻസ് എത്രത്തോളം, നമ്മുടെ ആക്ഷൻസിൻ്റെ കുറച്ച് ഡിഫറൻസ് ബാധിക്കും അല്ലേ. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് നമ്മൾ കാണിക്കേണ്ട കാര്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയുടെ ക്ലെയിം, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ഇന്ത്യയുടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ വെരി സ്ട്രോങ്, ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് എല്ലാവരും അക്നോളജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാശ്മീർ ഇന്ത്യക്കുള്ളതാണ് എന്ന് പറയാന്ന് അല്ലേ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഇതിൽ പറയുന്ന പോലെ നമ്മൾ ഒരു ചെറിയ രണ്ട് സോഷ്യൽ മീഡിയ കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുമ്പോഴേക്കും അത് ഫ്രജൈലായി മാറും. അത് ഫ്രജൈൽ മീൻസ് വീക്ക് ആകും, ഡെലിക്കേറ്റ് ആയി മാറും അല്ലേ, ബ്രോക്കൺ ആണ്, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് സ്ട്രോങ് എന്നാണ് പറയുന്നത്.
ആൻഡ് ഈ പാകിസ്ഥാനിൽ മാത്രം പറഞ്ഞൊരു കാര്യം ഇതിനെ അവരുടെ മറ്റുള്ളവരുടെ ചിന്താഗതി റെഡ്യൂസ് ചെയ്യോ ഡിമിനിഷ് ചെയ്തോ കളയോ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഒരിക്കലും മറ്റുള്ളവരുടെ ചിന്താഗതിയിൽ അവരുടെ ചിന്തയിലുള്ള അക്നോളജ് ചെയ്യപ്പെടുന്ന ഈ കാര്യത്തിനെ അതിനെ റെഡ്യൂസ് ചെയ്തൊന്നും കളയൊന്നുമില്ല, ലെസൺ ചെയ്ത് കളയൊന്നുമില്ല. ഇത് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു ബ്രോഡർ പിക്ചറിൽ ചിന്തിക്കുക. മറ്റുള്ളവരൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്കും എല്ലാവർക്കും അറിയാവുന്ന ഇറ്റ് ഇസ് സോ സ്ട്രോങ് എ ക്ലെയിം. ഇന്ത്യയുടെ ക്ലെയിം ഓവർ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സെക്കൻഡ് നോക്കിയേ, അതിലെ സെക്കൻഡ് പോയിന്റ് പറയാണ്, ഹോൾഡിംഗ് ഫോറിൻ ഗവൺമെന്റ്സ് ഇൻ ഡെമോക്രാറ്റിക് കൺട്രീസ്. നമ്മൾ ഫോറിൻ ഗവൺമെന്റ്സിന് ഡെമോക്രാറ്റിക് കൺട്രീസിൽ കൊടുക്കുന്ന ദേ ആർ അവയെ റെസ്പോൺസിബിൾ ആയിട്ട് വേണം. ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്തെങ്കിലും ഒരു കൊള്ളരുതായ്മ കാണിച്ചു, പ്രൈവറ്റ് കമ്പനീസിന്റെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കയറി ഇടപെടരുതേ. അതിന് കയറി ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റിനെ വിളിച്ച്, ഫോറിൻ ഗവൺമെന്റ്സിനെ വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ ക്ഷമ പറയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ്. അങ്ങനെ അവരെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് ഗുഡ്. ഓക്കെ, അതിന് ഒരുപാട് അൺഫോർസീൻ റിപ്പർക്കേഷൻസ് ഉണ്ടാകും. നമ്മൾ വിചാരിക്കുന്നതിലധികമുള്ള റിസൾട്ട്സ്, ഔട്ട്കം ഉണ്ടാകാം, ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാകാം. ഒരു കാര്യം, സോ ഇറ്റ് ഈസ് ഓൾസോ വർത്ത് കൺസിഡറിങ്. വർത്ത് എന്ന വാക്കിൻ്റെ ഈസ് വർത്ത്, ആ ഒരു സ്ട്രക്ചർ ഓർക്കണം. ഈസ് വർത്തിന് ശേഷം എപ്പോഴും ജെറണ്ടാ വരുന്നത്. ഈസ് വർത്ത് എന്ന യൂസേജ്, ഈസ് വർത്ത് അല്ല ബി വർത്ത്. ബി എന്ന് പറയുന്നത് ഈസ് വർത്ത്, വാസ് വർത്ത്, എന്തു ആയിക്കോട്ടെ. വർത്ത് എന്ന ഇതിൻ്റെ കൂടെ ബി വർത്ത് എന്ന യൂസേജിൻ്റെ കൂടെ എപ്പോഴും ജെറണ്ടാ വരുന്നത് കേട്ടോ. ഓർത്തോണെ, ജെറണ്ട് ഫോർമുലേഷനാണ് വരുന്നത്. ഈസ് വർത്ത് കൺസിഡറിങ് വെദർ ദ ഫോറിൻ മിനിസ്ട്രീസ് റിസോഴ്സസ് ആർ ബെറ്റർ സ്പെൻഡ് in furthering India's interests than on expending diplomatic capital on short-lived controversies such as the MEA objection to pop star Rihanna's post on the farmer protest last year. Apologies and statements thus extracted may prove to be a Pyrrhic victory if one considers the intentions of those behind the obnoxious posts in Pakistan aimed at drawing attention to the propaganda on Kashmir were also met. A quiet word with the MNCs might have worked better than a public display of diplomatic opposition. ഓക്കെ, ഇത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ക്രിട്ടിക്കൽ എസ്സേ ആണ് കേട്ടോ. ഇറ്റ്സ് ക്രിട്ടിക്കൽ റൈറ്റപ്പ് ആണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. എന്താ വെച്ചാൽ നോക്കിയാൽ പറയുന്നത് അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഫോറിൻ മിനിസ്ട്രിയുടെ റിസോഴ്സ്, നമുക്ക് ഫോറിൻ മിനിസ്ട്രിയിലുള്ള റിസോഴ്സ് വെറുതെ അനാവശ്യമായ ട്രിവ്യൽ ഫാക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് കളയുന്നത് അല്ലേ. ഫെർദറിങ് അഡ്വാൻസിങ് ഇന്ത്യസ് ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ നോക്കാനാണ് നമ്മൾ, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് എക്സ്കലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ കുഴപ്പമില്ല. ദാൻ ഓൺ എക്സ്പെൻഡിങ് ഡിപ്ലോമാറ്റിക് ക്യാപിറ്റൽ ഓൺ ഷോർട്ട് ലിവ്ഡ് കോൺട്രവേഴ്സസ്. അല്ലാതെ ചുമ്മാ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള കുറച്ച് കോൺട്രവേഴ്സസ്, ചുമ്മാ ക്ലെയിമുകൾക്കെതിരെ, അവരുടെ പ്ലോട്ടുകൾക്കെതിരെ, കുറച്ച് പ്ലോട്ട് ആരെങ്കിലും വരുന്ന കുറച്ച് പ്ലോട്ട്സ് ഉണ്ട്, ആ പ്ലോട്ട്സിനെതിരെ ഈ പറയുന്ന പൈസ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം പൈസ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഒരു പോയിന്റ്. ആൻഡ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നുണ്ടോ ശ്രദ്ധിക്കണേ. ഇവിടെ കൃത്യമായിട്ട് എവിഡന്റ് ആയിട്ടൊരു എക്സാമ്പിൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പോപ്പ് സ്റ്റാർ റിഹാനയുടെ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? റിഹാന ഒരു പോസ്റ്റ് ഇട്ടു, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ വർഷം, ഓർമ്മയുണ്ടാവുമായിരിക്കും. ആ പോസ്റ്റിൽ MEAയുടെ ഒബ്ജെക്ഷൻ എടുത്തുകൊണ്ടില്ലേ, അനാവശ്യമായിട്ട് അതിൽ ഇടപെട്ട് കാര്യങ്ങളുണ്ട്. ഇതാ ചെറിയ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, അത് കയറി പ്രൊവോക്കേഷൻ വരുത്തുമ്പോൾ സോഷ്യൽ മീഡിയ എത്രത്തോളം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ, നമ്മുടെ ഒരു കൺട്രിയിലെ ഭരിക്കുന്ന ആൾക്കാർ, വിവരമുള്ള ആൾക്കാരെ എത്രത്തോളം അല്ലേ, നമ്മൾ മിനിസ്റ്റേഴ്സായിട്ട് ഇലക്ട് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോറിൻ മിനിസ്റ്റർ ആയിട്ട്, നമ്മൾ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് ആയിട്ട് ഇന്നവർ എന്ന് പറയുന്നത് ദേ മസ്റ്റ് ബി ഡിപ്ലോമാറ്റിക്, ചിന്തിക്കുന്നവരായിരിക്കണം അല്ലേ, അല്ലാതെ ക്രിട്ടിക്കൽ തിങ്കിങ് പെർസ്പെക്റ്റീവ് ഉള്ളവരായിരിക്കണം. അല്ലാതെ എടുത്തിയാടി തീരുമാനം എടുക്കുക ഈസ് നോട്ട് ഗുഡ് ഒരു കാര്യം. ആൻഡ് അപ്പോളജീസ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് എക്സ്ട്രാക്റ്റഡ് എന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ അപ്പോളജി വരുത്തി ഇവർ സ്റ്റേറ്റ്മെന്റ്സ്, അവരിട്ട സ്റ്റേറ്റ്മെന്റ്സ്, അപ്പോളജീസ് ഒക്കെ അവരെന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു. അത് നമുക്ക് ശരിക്കും ഒരു പിറിക് വിക്ടറി ആയിട്ട് തോന്നാം. പിറിക് വിക്ടറി ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് പൈസ മുടക്കി നമ്മൾ കൊണ്ടുവന്ന ഒരു വിക്ടറിയാണ്. പക്ഷെ അത് ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? അതിന് വേർത്താണോ? അതിനുള്ള ഇതുണ്ടോ? അത് നമുക്ക് അനുഭവിക്കാനുള്ള ഇതുണ്ടോ? ഇല്ല. ബിക്കോസ് ആ ഇന്റൻഷൻസ് ചിലപ്പോൾ ശരിയായിരിക്കും. നമ്മൾ വിചാരിച്ചാണ് ഇത് ശരിയാ, നമ്മുടെ ഈ ഇന്റൻഷൻസ് ബിഹൈൻഡ് ദ ഒബ്നോഷ്യസ് പോസ്റ്റ് ഇൻ പാകിസ്ഥാൻ, ഈ പ്രൊപ്പഗണ്ട, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ഒബ്നോഷ്യസ് കോമന്റ് ഇട്ടത്? അതെന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഇന്റൻഷൻസ് എന്തായിരുന്നു, അവരുടെ ഇന്റന്റ്, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു, പേർപ്പസ് എന്തായിരുന്നു, അത് മെറ്റ് ചെയ്തു. ഓൺ കാശ്മീർ, പ്രൊപ്പഗാൻഡ ഓൺ കാശ്മീർ, അത് മെറ്റ് ചെയ്തു. അവർ നമ്മളൊന്ന് പ്രൊവോക്ക് ചെയ്യണമെന്നായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, അത് അവർ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്തു. സോ ദേ ആർ ഹാപ്പി, അവർക്ക് ഓക്കെ, ദേ ഹാവ് എ വിക്ടറി. ദാറ്റ്സ് നോട്ട് എ പിറിക് വിക്ടറി. നമ്മുടെ വിക്ടറി ഇസ് പിറിക് വിക്ടറി, വൈൽ ദെയർ വിക്ടറി ഇറ്റ്സ് എ ഗുഡ് വിക്ടറി. കാര്യം അവർക്കത് മീറ്റ് ചെയ്യാൻ പറ്റി. സോ ഒരു MNC ആയിട്ടൊരു വെറും ഒരു ക്വയറ്റ് വേർഡ് മതിയായിരുന്നു. സൈലന്റ് ആയിട്ട് നൈസായിട്ട് അവരോട് മാറ്റി നിർത്തിയത് ഇത് ചെയ്ത് ശരിയായില്ല. MNCs വിളിച്ചിട്ട് പറയണം ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ചെയ്ത് ശരിയായില്ല എന്നാൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറഞ്ഞിരുന്നെങ്കിൽ, ദാൻ എ പബ്ലിക് ഡിസ്പ്ലേ, വെറുതെ ഇങ്ങനെ ഒരു വലിയ പ്രകടനം വരുത്തി എല്ലാവരും വരുത്തിരുന്നെങ്കിൽ, ആ ഡിപ്ലോമാറ്റിക് ഒപ്പോസിഷൻ കാണിച്ചിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ ദാൻ ദിസ്. സോ ഇറ്റ്സ് എ ക്ലിയർലി അനലിറ്റിക്കൽ, കൃത്യമായിട്ട് അനലിറ്റിക്കൽ വിത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളവരാണ്. പ്ലസ് ക്രിട്ടിക്കൽ, അത് വളരെ ക്രിട്ടിക്കലാണ്.
മോശമായി പോയി എന്നുള്ള രീതിയിൽ തന്നെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. സോ അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റൈറ്റപ്പ് ആണ്, നോട്ട് ചെയ്യുക. അപ്പോൾ റിഹാനയുടെ പോസ്റ്റ്, സോഷ്യൽ മീഡിയയെ പറ്റി പറഞ്ഞു, റിഹാനയുടെ പോസ്റ്റ് ഓൺ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ലാസ്റ്റ് ഇയർ നിങ്ങൾ ഓർമ്മയുണ്ടാവും, ഒന്ന് നോക്കിയാൽ മതി. വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒരു കാര്യമാണ് അതിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടത്. ഇപ്പതാ നമ്മുടെ പാകിസ്ഥാൻ ഇട്ട ഫെബ്രുവരി 5 ഇട്ട പോസ്റ്റിന് ഇടപെട്ടു. MNCC ഒക്കെ വിളിച്ചു വരുത്തി ഇടപെട്ട കാര്യം, ഫോറിൻ മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ചു വരുത്തി ഇടപെട്ട കാര്യം ഒന്ന് നോക്കാം കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഹായ് ആര്യ, SSC-CGL ചേർന്ന് കഴിഞ്ഞാൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ. ആര്യ, SSC-CGL-നല്ല, നമ്മുടെ ഏത് കോഴ്സ്, ADA 24/7 ഏത് കോഴ്സിന് നിങ്ങൾ ജോയിൻ ചെയ്താലും, ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ മറ്റുള്ള എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലെയല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസിനോടും പേഴ്സണലായിട്ട് മെസ്സേജ് ഡൗട്ട് ചോദിക്കാം. ഐ അഷ്യൂർ യു ദാറ്റ്. അതിൽ പേഴ്സണലായിട്ട് എല്ലാ ടീച്ചേഴ്സും എല്ലാ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് മെന്റർഷിപ്പ് തരും. അല്ലാതെ നിങ്ങൾ ഒരാളെ മെന്റർ ചെയ്ത് വിളിച്ച്, അങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്ലെയിം ചെയ്യാറുണ്ട് എല്ലാവർക്കും ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കുമെന്ന്, ഓരോരുത്തർക്കും ഓരോ മെന്റർ. അത് ചുമ്മാ കേട്ടോ, അതൊന്നും എനിക്കറിയത്തില്ല, അത് നമ്മൾ തരില്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. എല്ലാവരും ഇപ്പോൾ ആരെന്നോട് ചോദ്യം ചോദിച്ചാലും ഡൗട്ട് ചോദിച്ചാലും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. സോ ആസ് റീമ മിസ്, സോ ഇസ് റിജിൻ സർ, സോ ഇസ് അമൽ സർ, സോ ഇസ് അരുൺ സർ, സജിത മിസ്, അമൃത മിസ്, ഏത് മിസ്സും എടുത്തോ, നമ്മുടെ ഏത് ടീച്ചേഴ്സും എടുത്തോ, അഭിരം സർ എടുത്തോ, സുബിൻ സർ എടുത്തോ, നിങ്ങൾക്ക് ഏത് ടീച്ചേഴ്സിനെ വേണ്ടേ, നമ്മളെല്ലാ ടീച്ചേഴ്സും ഓരോരുത്തരും ഡൗട്ട് ചോദിച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരും, അത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതിന് വി അഷ്യൂർ യു ദാറ്റ് കേട്ടോ, വി പ്രോമിസ് യു ദാറ്റ്. ഓൾ റൈറ്റ്. യാ, SSC-CGL-ന്റെ ഡേറ്റ് 23 അല്ലേ, 23-ന് ആണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് എനിക്കൊന്ന് 19-ാം തീയതി 20-ാം തീയതി വരെ എങ്ങാണ്ട് ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നോക്കാം കേട്ടോ. സത്യം, കുറച്ച് നാളായിട്ട് വർഗീയത മൊത്തത്തിൽ ശരിയാ ഹരി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാട്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ essay റിലേറ്റഡ് ആയിട്ടുള്ള essay വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഉണ്ട്. ആൻഡ് നോട്ട് ഇറ്റ് കേട്ടോ, അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ഈ റൈറ്റപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഐ വോണ്ട് യു ടു ഹാവ് എ സ്പെഷ്യൽ അറ്റൻഷൻ ഓൺ ഇറ്റ്. ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഇതിനൊന്ന് കൊടുക്കണം. ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ട് എല്ലാവരും. എനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ട്. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് കൂടി ഇട്ടോ, ലൈക്ക് ഇട്ട് പോവുക. ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മനസ്സിലായെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോ. നമുക്ക് നേരെ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം മൂവിങ് ടു അവർ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ ഇൻ ദ ഫൈനൽ വാസ് ലാർജ്ലി ഡയർ ആൻഡ് ഇസ് മാർക്ഡ് ബൈ ഇൻസെസന്റ് ഫൗളിംഗ്. The quality of football in the final was largely dire and is marked by incessant fouling. എന്താണ് ഇവിടുത്തെ എറർ? ഇവിടുത്തെ എറർ ഏതാന്ന് പറഞ്ഞു? ഇന്നലത്തെ ആണേ. ഇവിടുത്തെ എറർ ഏതാന്ന് പറഞ്ഞു? ആൻസർ പറഞ്ഞോട്ടോ. യെസ്. പിന്നെ കിഷോറെ, ഇന്നലെ കിഷോർ ചോദിച്ചൊരു ഡൗട്ട് ഉണ്ടല്ലോ, ആ ഡൗട്ട് കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഇന്നലെ നമ്മൾ മസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ കിഷോർ എന്നോട് ചോദിച്ചില്ലേ, മസ്റ്ററിന് പിറുപിറുക്ക എന്നൊരു അർത്ഥം ഉണ്ടോ മിസ്സേ എന്ന് ചോദിച്ച ഓർമ്മയുണ്ടോ? മസ്റ്ററിന് പിറുപിറുക്ക എന്നൊരു അർത്ഥമില്ല, പക്ഷേ മട്ടറിന് ഉണ്ട്. ഓക്കെ, മർമർ എന്ന അർത്ഥം. കിഷോർ ചോദിച്ച ആ വാക്ക് ഞാൻ നോക്കിയിരുന്നു, ഇതാണ് കേട്ടോ ആ വാക്ക്, മട്ടർ. മട്ടർ എന്ന് പറഞ്ഞാൽ മർമർ എന്ന അർത്ഥം, പിറുപിറുക്ക. നീ ചോദിച്ചില്ലേ ഇന്നലെ? മസ്റ്റർ അങ്ങനെയല്ല കേട്ടോ, മസ്റ്റർ അതല്ല. മസ്റ്റർ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ. അപ്പോൾ ഓർക്കുക, മസ്റ്റർ ഇസ് ഡിഫറെന്റ്, മട്ടർ ഇസ് ഡിഫറെന്റ്. അപ്പോൾ നിനക്ക് ഇന്നലെ ഡൗട്ട് വന്നത് ഇതാ. ഡൗട്ട് എന്താ നീ ചോദിച്ചു, നന്നായി. ഇപ്പോൾ ഒരുപാട് പേർക്ക് അത് പറയാലോ, മസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അസംബ്ലി ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല ഇന്നലെ, അസംബ്ലി ചെയ്യാം. അപ്പോൾ മട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുക, മസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അസംബ്ലി ചെയ്യാം, വിളിച്ചു കൂട്ടുക. മാറിപ്പോരുത് കേട്ടോ. അവൻ ചോദിച്ചത് നന്നായി, കൺഫ്യൂസിങ് വേർഡ്സിൽ വരുന്ന ചോദ്യമാണ്. ആൻഡ് അപ്പൊ നിങ്ങളുടെ ആൻസറിലോട്ട് പോകാം. ദ ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ ഇൻ ദ ഫൈനൽ വാസ് ലാർജ്ലി ഡയർ ആൻഡ് ഈസ് മാർക്ഡ്. ഓക്കെ, സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? നമ്മുടെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിലാണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് പാസ്റ്റിലാണ് അല്ലേ? ഇൻ ദ ഫൈനൽ വാസ് ലാർജ്ലി ഡയർ. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആൻഡ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കഴിഞ്ഞാൽ
വരുന്നതും പാസ്റ്റ് തന്നെയായിരിക്കും അല്ലേ? അപ്പൊ എന്ത് കൊടുക്കണം ഇവിടെ? ഈസ് അല്ല, അവിടെയും പാസ്റ്റ് തന്നെ കൊടുക്കണം, വാസ് വരണം. ദ ക്വാളിറ്റി ഓഫ് ഫുട്ബോൾ ഇൻ ഫൈനൽ വാസ് ലാർജ്ലി ഡയർ ആൻഡ് വാസ് മാർക്ഡ് ബൈ ഇൻസെസന്റ് ഫൗളിംഗ്. കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇതും തോന്നില്ല, തെറ്റും തോന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചോണം, ഈസും വോസും പാസ്റ്റ് ഉള്ളവർക്ക് പാസ്റ്റ് തന്നെ വരണം. അത് കൃത്യമായിട്ട് ഓർക്കുക. ദാറ്റ്സ് ഇറ്റ്. ഐ ഗെസ് ദാറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. മട്ടറിന് ഡിസാറ്റിസ്ഫാക്ഷനോട് പറച്ചില്ല, ബുറുബുറുക്കാതെ താല്പര്യമില്ലാതെ ബുറുബുറുക്കാന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് മട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലെയിൻ അവിടെ ഉണ്ട്, ഒരു കംപ്ലൈനിങ് നേച്ചറാ, കംപ്ലൈനിങ് ആണ്, കുറച്ച് കംപ്ലൈനിങ് ആണ്. ഇപ്പൊ ഒരു താല്പര്യമില്ല, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ അശ്വിൻ, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം മട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്കത് അവനത് ചെയ്ത് ശരിയായില്ല എന്ന് നമ്മൾ മട്ടറിയിൽ ചെറിയ ഒച്ച കുറച്ച് പറയില്ലേ, അതിനെയാണ് മട്ടർ എന്ന് പറയാം. ദാറ്റ്സ് എ ഡിഫറൻസ് കേട്ടോ. ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ അതിലുണ്ടെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ? മൂവിങ് ഓൺ. ആംഗ്രി മാനർ അല്ല, നമ്മൾ ഡിസാറ്റിസ്ഫാക്ഷൻ, കംപ്ലൈനിങ് നേച്ചർ ആണ്. സോ ദിസ് ഇസ് ഇറ്റ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ. ദ US had earlier offered dialogue on mutually reducing military drills in the eastern flank of the Europe. The US had earlier offered dialogue on mutually reducing military drills in the eastern flank of the Europe. എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യനിലെ എറർ? മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്, സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ നമ്മൾ കോമന്റ് സെക്ഷനിൽ തരാം. ഐ നീഡ് യുവർ റെസ്പോൺസസ്. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, കോമന്റ് സെക്ഷനിൽ ആൻസർ തരാം കേട്ടോ. താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈസ് ലാർജ്ലി എഴുതാൻ പറ്റുമോ? ഈസ് ലാർജ്ലി പറയാലോ. എന്താ ലാർജ്ലിക്ക് എന്താ കുഴപ്പം? അങ്ങനെ. ഓ ഹരി, അവിടെ ലാർജ്ലി ആക്കാവുന്നു? ഇല്ല. സെന്റൻസ് തുടങ്ങിയേക്കുന്ന എവിടെയാ നോക്കുക, അത് കഴിഞ്ഞിട്ട് വരുന്നിടത്ത മാറ്റം. ഫസ്റ്റ് ക്ലോസ് മാറ്റാൻ നോക്കരുത്, സെക്കൻഡ് വരുന്ന ക്ലോസ് മാറ്റാം കേട്ടോ ഹരി. ഓക്കെ, yeah, so thank you so much for your participation and your involvement, and keep watching, keep supporting. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി നമ്മുടെ PDF ഞാൻ ഇതിലൂടെ അയച്ചു തരും. അപ്പോൾ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് KPSC ഷോർട്ട് സെലക്ഷൻ. ജോയിൻ അസ് കേട്ടോ, ഇതാണ് ലിങ്ക്. ആൻഡ് റെക്കോർഡിംഗ് വീഡിയോ കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് കീപ് വാച്ചിങ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസേഴ്സ് ഇടണം, പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. യു ആർ ഓൾവേസ് വെൽക്കം. അപ്പോൾ ഷെയർ ഇറ്റ് among as many as possible, യുവർ ഫ്രണ്ട്സ്, യുവർ ഫാമിലി മെമ്പേഴ്സ്, മറ്റുള്ളവരിലോട്ടൊക്കെ എത്തിക്കുക, മറ്റ് ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കുക. Attendant ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ ഡെയിലി ക്വിസസ് ഉണ്ട്, ഓരോ സബ്ജക്റ്റിനെയും ക്വിസസ് ഉണ്ട്. അപ്പോൾ ക്വിസസ് ഒക്കെ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകാൻ പറ്റും. സോ ടേക്ക് കെയർ എവറി വൺ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് അഗൈൻ ആൻഡ് ടേക്ക് കെയർ. ഹാവ് എ വണ്ടർഫുൾ ഡേ. സ്റ്റേ സേഫ് ആൻഡ് ഹെൽതി. അപ്പോൾ നാളെ രാവിലെ കാണാം 9 മണിക്ക്.